ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മൽസ്വരാണാം സദാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേऽത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം. തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ വാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനഗംഗ ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമ്മൾ ദശമസ്കന്ധത്തിലെ 24-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 24-ാം അധ്യായം ഇന്ദ്രയാഗം മുടക്കി ഭഗവാൻ ഗോവർദ്ധന പൂജ ചെയ്യിക്കുന്നു. ഗോവർദ്ധന പൂജയ്ക്കാണ് ഇതിൽ പ്രാധാന്യം. അതിന് മുമ്പായിട്ട് ഭഗവാൻ വർഷം തോറും നടത്തുന്ന ഇന്ദ്രയാഗത്തെ മുടക്കുന്നു. ആ ഗംഭീരമായിട്ടുള്ള കഥയാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടിനി ഇന്ദ്രൻ്റെ കോപവും ഗോകുലത്തെ മുഴുവൻ വെള്ളത്തിൽ മുക്കാനുള്ള പ്രളയ മഴയും അതിനെ തുടർന്നുള്ള ഭഗവാന്റെ ഗോവർദ്ധന ഉദ്ധാരണവും, പിന്നീട് 7 ദിവസം കഴിഞ്ഞ് മഴയെല്ലാം പെയ്തൊഴിഞ്ഞ് ഇന്ദ്രൻ പരാജയപ്പെട്ട് ഭഗവാൻ ഗോകുലത്തെ പൂർവസ്ഥിതിയിലാക്കുന്നതും, അതിനുശേഷം അഹങ്കാരം നശിച്ച, ദൈന്യം ബാധിച്ച, ഭയപ്പെട്ടവനായിട്ടുള്ള ഇന്ദ്രൻ സുരഭിയോടുകൂടി വന്ന് ഭഗവാനെ ക്ഷമാപണം ചെയ്ത് പൂജിച്ച് അഭിഷേകം ചെയ്യുന്ന ഗോവിന്ദാഭിഷേകം. അപ്പം അതിനൊക്കെ കാരണമായിരിക്കുന്ന ആ കഥയാണ് ഇന്ദ്രയാഗ ഭംഗം, ഗോവർദ്ധന പൂജ. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റധ്യായങ്ങൾ വരുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ആശയത്തെ ഗോപന്മാർക്ക് നന്ദഗോപർ ഗർഗ മഹർഷി പറഞ്ഞ വാക്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ആ ഒരു ഭാഗവും വരും അടുത്ത അധ്യായത്തിൽ. അതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ദ്രൻ്റെ വരവും ഗോവിന്ദാഭിഷേകവും, അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ മഴ പെയ്യിക്കലും ഇന്ദ്രൻ്റെ വരവും ഗോവിന്ദാഭിഷേകവും ഒക്കെ 26, 27 അധ്യായങ്ങൾ. അപ്പോൾ നമുക്ക് ഈ 24-ാം അധ്യായം വായിക്കാം. 38 ശ്ലോകങ്ങളാണ്. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 24-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. ഭഗവാനപി തത്രൈവ ബലദേവേന സംയുതഃ അപശ്യൻ നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ പൃച്ഛത വൃദ്ധാൻ നന്ദപുരോഗമാൻ. കഥ്യതാം മേ പിതഃ കോയം സംഭ്രമോ വ ഉപാഗതഃ. കിം ഫലം കസ്യ ചോദ്ദേശഃ കേന വാ സാധ്യതേ മഗഃ. ഏതദ്ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിതഃ. നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ. അസ്തസ്വപരദൃഷ്ടീനാം അമിത്രോദാസ്തവിദ്വിഷാം. ഉദാസീനോരിവദ്വർജ്യഃ ആത്മവത് സുഹൃദുച്യത്തെ. ജ്ഞാത്വാ ജ്ഞാത്വാ ച കർമാണി ജനോയമനുതിഷ്ഠതി. വിദുഷഃ കർമ്മസിദ്ധി സ്യാത് തഥാ നാവിദുഷോ ഭവേത്. തത്ര താവത് ക്രിയായോഗോ ഭവതാം കിം വിചാരിതഃ. അഥവാ ലൗകികസ്തന്മേ പൃച്ഛതഃ സാധു മണ്യതാം. നന്ദ ഉവാച. പർജന്യോ ഭഗവാനിന്ദ്രോ
മേഘാസ്തസ്യാത്മമൂർത്തയഃ തേഭിവർഷന്തി ഭൂതാനാം പ്രീണനം ജീവനം പയഃ തം താത വയമന്യേ ച വാർമുചാം പതിം ഈശ്വരം ദ്രവ്യൈസ്തദ്രേതസാ സിദ്ധൈഃ യജന്തേ ക്രതുഭിർനരാഃ തച്ഛേഷേണോപജീവന്തി ത്രിവർഗബലഹേതവേ പുംസാം പുരുഷകാരാണാം പർജന്യഃ ബലഭാവനഃ യേവം വിസൃജേദ്ധർമ്മം പാരമ്പര്യാഗതം നരഃ കാമാത് ലോഭാത് ഭയാത് ദ്വേഷാത് സ വൈ നാപ്നോതി ശോഭനം. ശ്രീശുക ഉവാച വചോ നിശമ്യ നന്ദസ്യ തഥാന്യേഷാം രജൗകസ ഇന്ദ്രായ മന്യും ജനയൻ പിതരം പ്രാഹ കേശവഃ. ശ്രീഭഗവാനുവാച കർമ്മണാ ജായത്തെ ജന്തുഃ കർമ്മണൈവ വിലീയത്തെ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിപദ്യത്തെ. അസ്തി ചേദീശ്വര കശ്ചിത് ബലരൂപ്യന്യകർമ്മണാം കർത്താരം ഭജതേ സോപി ന ഹ്യകർത്തുഃ പ്രഭുർഹി സഃ. കിമിന്ദ്രേണേഹ ഭൂതാനാം സ്വസ്വകർമാനുവർത്തിനാം അനീശേനാന്യഥാ കർത്തും സ്വഭാവവിഹിതം നൃണാം. സ്വഭാവതന്ത്രോ ഹി ജനഃ സ്വഭാവമനുവർത്തത്തെ സ്വഭാവസ്ഥമിദം സർവം സദേവാസുരമാനുഷം. ദേഹാൻ ഉച്ഛാവചാൻ ജന്തുഃ പ്രാപ്യോത്സൃജതി കർമ്മണ ശത്രുർമിത്രമുദാസീനഃ കർമ്മൈവ ഗുരുരീശ്വരഃ. തസ്മാത് സംപൂജയേത് കർമ്മ സ്വഭാവസ്ഥസ്വകർമ്മകൃത് അഞ്ജസായേന വർത്തേത തദേവാസ്യ ഹി ദൈവതം. ആജീവ്യൈകതരം ഭാവം യസ്ത്വന്യമുപജീവതി ന തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാരി അസതീയതാം. വർത്തേത ബ്രഹ്മണാ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവഃ. വൈശ്യസ്തു വാർത്തയാ ജീവേത ശൂദ്രസ്തു ദ്വിജസേവയാ. കൃഷിവാണിജ്യഗോ രക്ഷാ കുസീദം തുര്യമുച്യത്തെ. വാർത്താ ചതുർവിധാ തത്ര വയം ഗോവൃത്തയോ അനിശം. സത്വം രജസ്തമയിതി സ്ഥിത്യുൽപത്യന്തഹേതവഃ. രജസോൽപദ്യത്തെ വിശ്വമന്യോന്യം വിവിധം ജഗത്. രജസാ ചോദിതാ മേഘാ വർഷന്ത്യംബൂനി സർവദഃ. പ്രജാസ്തൈരേവ സിദ്ധ്യന്തി മഹേന്ദ്ര കിം കരിഷ്യതി. നമഃ പുരോ ജനപദാ ന ഗ്രാമാ ന ഗൃഹാ വയം. നിത്യം വനൗകസസ്താദ വനശൈലനിവാസിനഃ. തസ്മാത് ഗവാം ബ്രാഹ്മണാനാം അദ്രേശ്ച ആരഭ്യതാം മഗഃ. യ ഇന്ദ്രയാഗസംഭാരാഃ തൈരയം സാധ്യതാം മഗഃ. പച്യന്താം വിവിധാഃ പാകാഃ സൂപാന്താ പായസാദയഃ. സംയാവാപൂപശഷ്കുല്യഃ സർവദോഹശ്ച ഗൃഹ്യതാം. ഊയന്താമഗ്നയഃ സമ്യക് ബ്രാഹ്മണൈർബ്രഹ്മവാദിഭിഃ. അന്നം ബഹുവിധം തേഭ്യോ ദേയം വോ ധേനുദക്ഷിണാഃ. അന്യേഭ്യശ്ചാശ്വചാണ്ഡാളപതിതേഭ്യോ യദാർഹതഃ. യവസം ച ഗവാം ദത്വാ ഗിരയേ ദീയതാം ബലിഃ. സ്വലംകൃതാ ഭുക്തവന്തഃ സ്വനുലിപ്താ സുവാസസഃ. പ്രദക്ഷിണം ച കുരുതേ ഗോവിപ്രാനലപർവത. പ്രദക്ഷിണം ച കുരുത ഗോവിപ്രാനലപർവതാൻ. ഏതന്മമ മതം താത ക്രിയതാം യദി രോചതേ. അയം ഗോബ്രാഹ്മണാദ്രീണാം മഹ്യം ച ദയിതോ മഗഃ. ശ്രീശുക ഉവാച കാലാത്മനാ ഭഗവതാ സക്രദർപ്പം ജിഘാംസതാ. പ്രോക്തം നിശമ്യ നന്ദാദ്യാഃ സാധു അഗൃണ്ണന്ത തദ്വചഃ. തദാ ച വ്യദതുഃ സർവം യദാഹ മധുസൂദനഃ. വാചയിത്വാ സ്വസ്ത്യയനം തദ്ദ്രവ്യേണ ഗിരിദ്വിജാൻ. ഉപഹൃത്യ ബലീൻ സർവാൻ ആദൃതായ വസം ഗവാം. ഗോധനാനി പുരസ്കൃത്യ ഗിരിം ചക്രുഃ പ്രദക്ഷിണം. അനാംസ്യനടുദ്യുക്താനി തേ ചാരുഹ്യ സ്വലംകൃതാഃ. ഗോപ്യശ്ച കൃഷ്ണവീര്യാണി ഗായന്ത്യഃ സദ്വിജാശിഷഃ. കൃഷ്ണസ്ത്വന്യതമം രൂപം ഗോപവിശ്രംഭണം ഗതഃ. ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിം ആദദത് ബൃഹദ്വഭൂ.
തസ്മൈ നമോ വ്രജജനൈഃ സഹ ചക്രേ ആത്മനാത്മനെ അഹോ പശ്യത ശൈലോസൗ രൂപീനോ അനുഗ്രഹം വ്യധാത് യേശോപജാനതോ മർത്യാൻ കാമരൂപീവനൗകസഃ ഹന്തിഹ്യസ്മൈ നമസ്യാമഃ ശർമ്മണേ ആത്മനോ ഗവാം ഇത്യദ്രിഗോദ്വിജമഘം വാസുദേവ പ്രണോദിതാഃ യഥാ വിധായത്തെ ഗോപാഃ സഹ കൃഷ്ണാവ്രജം യയുഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീഹരേ നമഃ. നാരായണ. നാരായണ. ഹരി ഓം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഇത് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വിപ്രപത്നി അനുഗ്രഹം വളരെ വിശദമായിട്ട് കണ്ടു. അതിൽ ഇന്നലെ അവസാനം കണ്ട ക്ലാസ് ബ്രാഹ്മണർക്കുണ്ടായ പശ്ചാത്താപം, അവർ ചെയ്ത അപരാധത്തെക്കുറിച്ചുള്ള കുറ്റബോധം, അവരുടെ അഹങ്കാരത്തെ തന്നെ അവർ നിന്ദിക്കുന്നു. അവരുടെ അഭിമാനം തന്നെ അവർക്ക് ഈശ്വരനെ തിരിച്ചറിയുന്നതിൽ, ഈശ്വരനെ സേവിക്കുന്നതിൽ തടസ്സമായി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് എന്തിലൊക്കെ അഭിമാനമുണ്ടോ അതിനെയൊക്കെ നിന്ദിക്കുന്ന, സ്വയം ആ കുറ്റബോധത്തോടെ തപിക്കുന്ന വിപ്രന്മാരെ നമുക്ക് കാണിച്ചു തന്നു. ധിക് ജന്മ നഹ ത്രിവിദ്യാം ധിക് വ്രതം ധിക് ബഹുജ്ഞതാം ധിക് കുലം ധിക് ക്രിയാദാക്ഷ്യം വിമുഖായേതു അധോക്ഷജേ. ഈ കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് തന്നെ ഏറ്റവും പ്രധാനമായി ഗ്രഹിക്കാനുള്ള ഒരു പാഠം കൂടിയായിരുന്നു. അധോക്ഷജേ യേ വിമുഖാഹ. ആ അധോക്ഷജനായ ഭഗവാനിൽ വിമുഖരായിരിക്കുന്നവർ യാവരാണോ അവർക്ക് ഈ പറഞ്ഞത് എന്തെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം ഒരു പ്രയോജനവുമില്ല, നിന്ദ്യം. ഈ കാര്യങ്ങളാണ് ഇവരെ ഈശ്വരനോടുള്ള ആഭിമുഖ്യത്തിൽ നിന്ന് അകറ്റുന്നത്. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവർ, എല്ലാ കേമത്വവും ഉള്ളവർ അതിൽ മതിമറന്ന് ഭ്രമിച്ച് ഈ ഐശ്വര്യമെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഈശ്വരനെ മറന്ന്, ഈശ്വര ചിന്ത പോലും ഇല്ലാതെ എന്തൊക്കെയോ യാന്ത്രികമായി കാട്ടിക്കൂട്ടിക്കൊണ്ട് കഴിച്ചുകൂട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരുത്താനുള്ള ഒരു കഥയാണ് ഈ വിപ്രപത്നി അനുഗ്രഹം. അതിലെ ഈ ബ്രാഹ്മണരുടെ പശ്ചാത്താപം. എന്തെല്ലാം ഉണ്ടായിട്ടും നല്ല കുലത്തിൽ ജന്മം, അല്ലെങ്കിൽ നല്ല അറിവ്, വിദ്യകൾ, 3 യോഗ്യതകൾ, ശൗക്ലം, സാവിത്രം, ദൈക്ഷം എന്നിങ്ങനെയുള്ളതായിട്ടുള്ള യോഗ്യതകളെല്ലാം ഉണ്ടായിട്ടും, വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ടും, വലിയ പാണ്ഡിത്യമുണ്ടായിട്ടും, കുലയോഗ്യതയുണ്ടായിട്ടും, ക്രിയകളിലുള്ള ദാക്ഷ്യം ഉണ്ടായിട്ടും, എന്തെല്ലാം സാമർഥ്യമുണ്ടായിട്ടും, എന്തെല്ലാം യോഗ്യതയുണ്ടായിട്ടും ഭഗവാനിൽ ഭക്തിയില്ലയോ, മറ്റുള്ളത് ഒന്നും കാര്യമില്ല എന്നർത്ഥം. കുറേ വട്ടപൂജ്യം ഇട്ടിട്ടൊരു കാര്യമില്ല. വട്ടപൂജ്യങ്ങൾക്കൊക്കെ വില വരുന്നത് അതിന് ഇടതുവശത്ത് ഏതെങ്കിലും ഒരു 1 മുതൽ 9 വരെയുള്ള സംഖ്യ ഇടുമ്പോഴാണ്, അല്ലേ? ആ 1 മുതൽ 9 വരെയുള്ള സംഖ്യ ഇല്ലാതെ എത്ര പൂജ്യം ഇട്ടിട്ടും ഒരു കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂജ്യം പോലെയാണ്. അതിനെയൊക്കെ വൃത്തിയാക്കുന്നത്, അതിനൊക്കെ വാല്യൂ കൊടുക്കുന്നത്
ഭഗവാനിലുള്ള ഭക്തിയാണ്. അപ്പോൾ ഭഗവാന്റെ മായ കൊണ്ട് മോഹിതരായി നമ്മൾ വഞ്ചിതരായി നമ്മൾ സ്വാർത്ഥം മറന്നു, ഭഗവാനെ മറന്നു. നമ്മുടെ ഭാര്യമാരുടെ ഭാഗ്യം നോക്കൂ, അവർക്ക് ഭഗവാനിലുള്ള ഭക്തി നോക്കൂ എന്നെല്ലാം പറഞ്ഞ് എന്തായാലും ആ ഭാര്യമാരെ തന്നെ ഗുരുക്കന്മാരായി മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണർ സ്വയം തിരുത്തുന്നവരായി തീർന്നു. അങ്ങനെയുള്ള ആ കഥ നമ്മൾ ഇന്നലെ വിസ്തരിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പുതിയ കഥയിലേക്ക് കടക്കുകയാണ്. ഭഗവാന്റെ മറ്റൊരു ലീല, ഗോവർദ്ധന ഉദ്ധാരണം എന്നുള്ള ലീലയ്ക്ക് മുന്നോടിയായി ഗോവർദ്ധന പൂജ, ഇന്ദ്രയാഗ ഭഞ്ജനം. ഇന്ദ്രന്റെ യാഗത്തെ ഭഗവാൻ മുടക്കുകയും ഗോവർദ്ധനത്തിന് പൂജ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് എന്താ പറയുക, ക്രമത്തിൽ കാണാം. എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഈ കാര്യം നടത്തുന്നത്, എന്തൊരു സാമർഥ്യമാണ് ഭഗവാന്. വർഷങ്ങളായി പരമ്പരയായി ഗോപന്മാർ നടത്തി വന്നിരുന്നതായിട്ടുള്ള ആ ഇന്ദ്രയാഗത്തെ ഭഗവാൻ മാറ്റിമറിച്ച് പുതിയൊരു പദ്ധതി, ഒരു വിപ്ലവം ഗോകുലത്തിൽ ഭഗവാൻ കൊണ്ടുവരികയാണ്. അല്ലേ, ഭഗവാനെ പോലെ ഇത്രയും പ്രായോഗികമായിട്ടുള്ള ഒരാൾ ലോകത്തിൽ വേറെയുണ്ടോ? ഭഗവാനെ പോലെ ഒരു യുക്തിവാദി വേറെയുണ്ടോ? എല്ലാം ഭഗവാനിൽ കാണാം. എല്ലാം തുടങ്ങുന്നത് ഭഗവാനിൽ നിന്നാണ്. ഈ ലോകത്തിൽ പുതിയതായിട്ട് യാതൊരു ചിന്തയുമില്ല. എത്ര ബുദ്ധിമാന്മാർ എന്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇവിടെ വ്യാസൻ ചിന്തിച്ചതേ ഉള്ളൂ. അല്ലേ, വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. ആ വ്യാസനേക്കാൾ, വ്യാസന്റെയും അപ്പുറത്താണ് സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ, സർവ ഐശ്വര്യ പരിപൂർണനായ സർവജ്ഞനായ ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി തൻ്റെ കാരുണ്യം കൊണ്ട് എന്തെല്ലാം ലീലകൾ ചെയ്യുന്നുവോ അതെല്ലാം ലോകത്തിന് പാഠങ്ങളാണ്, ലോകത്തിന് മാതൃകകളാണ് എന്നറിയാം. അതെല്ലാം മുമ്പുണ്ടായിരുന്ന പല ദോഷങ്ങളെയും പരിഹരിച്ചുകൊണ്ട് സനാതനധർമ്മത്തെ നവീകരിക്കുന്ന വിപ്ലവ പ്രക്രിയകളും ആണ്, നവോത്ഥാന പ്രക്രിയകളുമാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു നവോത്ഥാന കർത്താവാണ്. ശ്രീകൃഷ്ണന്റെ പിന്നാലെയാണ് പിന്നീട് ശങ്കരനും നാരായണ ഗുരുദേവനും അതുപോലെയുള്ള ആളുകളൊക്കെ നവോത്ഥാന നായകന്മാരായി ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ നവോത്ഥാന നായകൻ, സനാതനധർമ്മത്തെ പരിഷ്കരിച്ച നായകൻ, ശുദ്ധീകരിച്ച നായകൻ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഗീത ഒന്നുപോരെ, ഭഗവത്ഗീത അർജുനൻ ഉപദേശിച്ച ഒരു ഗീത മതി ഭഗവാൻ എത്ര വലിയ നവോത്ഥാന നായകനാണ് എന്ന് തിരിച്ചറിയാം. എത്ര വിപ്ലവകാരിയാണ് ഭഗവാൻ എന്നറിയാം. ആ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഭാഗവതത്തിൽ ഭഗവാൻ തന്റെ ലീലകളിലൂടെ പ്രായോഗികമായി കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് എല്ലാം തികഞ്ഞ, ഒന്നിനും ഒരു കുറവുമില്ലാത്ത പൂർണ്ണ അവതാരമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ഉള്ളപ്പോൾ പിന്നെന്തിന് അധികം വേറെ ആരുടെ പുറകെ നമ്മൾ പോകണം? അല്ലേ, കൃഷ്ണൻ ഒരുവൻ പോരെ, ആ കൃഷ്ണനിലുള്ള ഭക്തി ഒന്ന് പോരെ. ബാക്കിയുള്ള എല്ലാ ദേവന്മാരും ദേവതകളും കൃഷ്ണന്റെ വിഭൂതികളായും നമുക്ക് കാണാം. കൃഷ്ണൻ ഒരുവനെ മുറുക്കെ പിടിച്ചാൽ മതി, ബാക്കിയുള്ളവരെല്ലാം കൃഷ്ണനെ അനുസരിക്കുന്ന കൃഷ്ണന്റെ വിഭൂതികൾ. ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ, വലിയ ജ്ഞാനികളെന്നും കർമ്മടന്മാരെന്നും അഭിമാനിച്ചിരുന്ന വിപ്രന്മാരുടെ, ബ്രാഹ്മണരുടെ അഹങ്കാരം ശമിപ്പിച്ച് അവരെ വിനീതരാക്കി ഭക്തിയുള്ളവരാക്കി തീർത്തു. അതാണ് പൂർവകഥ. ഇനിയോ ഈ കഥയിൽ മറ്റൊരാളുടെ ഗർവം ശമിപ്പിക്കുന്നതാണ്. അല്ലേ, അതാരാണ്? ദേവന്മാരിൽ
നായകനായ ഇന്ദ്രന്റെ ഗർവം ശമിപ്പിക്കുക. അങ്ങനെ ഭഗവാനെ പ്രാപിക്കാൻ ഏറ്റവും വലിയ തടസ്സമാണ് ഗർവം, അഹങ്കാരം. ആ അഹങ്കാരത്തെ ശമിപ്പിച്ചാൽ മാത്രമേ ഭഗവാനുമായി നമുക്ക് അടുക്കാൻ കഴിയുകയുള്ളൂ, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കാൻ കഴിയുള്ളൂ. ഇനി ഈ അഹങ്കാരത്തെ ശമിപ്പിക്കണമെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം വേണം. അപ്പോൾ അങ്ങനെ ഒരു ഇന്ദ്രന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ലീലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം, ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച ഭഗവാനപി തത്രൈവ ബലദേവേന സംയുതഃ അപശ്യൻ നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. ശ്രീശുക ഉവാച ഭഗവാനപി തത്രൈവ ബലദേവേന സംയുതഃ അപശ്യൻ നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി ഭഗവാന്റെ മറ്റൊരു ലീല ആരംഭിക്കുന്നു. ഭഗവാനപി തത്രയേവ ബലദേവേന സംയുതഃ അപശ്യത് നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. ഇതാണ് വാക്കുകൾ. അപ്പോൾ ഭഗവാനപി ബലദേവേന സംയുതഃ, ഭഗവാനാകട്ടെ ഭഗവാനും ബലദേവനും കൂടിയിട്ട്, ബലരാമനോടും കൂടിയിട്ട് സംയുതനായിട്ട് തത്രയേവ നിവസന്. തത്രയേവ എന്ന് പറഞ്ഞാൽ ഗോകുലേയേവ, മുമ്പ് എവിടെയോ വസിച്ചിരുന്നത് അവിടെ തന്നെ വസിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പൊ ഗോകുലത്തിലാണ് വസിക്കുന്നത്. ഗോകുലേയേവ നിവസന് ഇന്ദ്രയാഗകൃതോദ്യമാൻ ഗോപാൻ അപശ്യത്ത്. ഭഗവാൻ അപശ്യത്ത്, അപശ്യത്ത് പ്ലസ് നിവസൻ, അപശ്യൻ നിവസൻ. സന്ധി കൊണ്ട് നകാരം ഇരട്ടിച്ചു, തകാരം മാറി. അപശ്യത്ത് പ്ലസ് നിവസൻ, അപശ്യൻ നിവസൻ. അപ്പൊ ഭഗവാൻ അപശ്യത്ത് കണ്ടു. എന്താ കണ്ടത്? ഇന്ദ്രയാഗ കൃതോദ്യമാൻ ഗോപാൻ, ഗോപന്മാരെ കണ്ടു. ഗോപന്മാരെന്ത് ചെയ്യുന്നു? ഉദ്യമം ചെയ്യുന്നവരായിട്ട് കണ്ടു. എന്തിനായിട്ട് ഉദ്യമം ചെയ്യുന്നവരായിട്ട്? ഇന്ദ്രയാഗത്തിന്. അപ്പൊ ഇന്ദ്രയാഗം ചെയ്യാനായിക്കൊണ്ട് പരിശ്രമിക്കുന്നവരായ, ഉദ്യമിക്കുന്നവരായിട്ടുള്ള, അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നവരായ ഗോപന്മാരെ ഭഗവാൻ കണ്ടു. അവരെ തടഞ്ഞൊന്നുമില്ല. അവരെല്ലാം ചെയ്യട്ടെ എന്ന് ഭഗവാൻ കുറച്ചു നേരം കാത്തിരുന്നു. എല്ലാം തയ്യാറാവുന്നത് വരെ കാത്തിരുന്നു. ഇതിന്, ആ യാഗത്തിന് ഇവർ തയ്യാറാക്കുന്ന സൗകര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു യാഗം നടത്താൻ വേണ്ടി. അപ്പൊ ദ്രവ്യങ്ങളൊക്കെ സെയിം തന്നെ മതി എന്ന് പറയാൻ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ആദ്യം അവരെ അനുവദിച്ചു. ഇന്ദ്രയാഗത്തിന് ഒരുക്കുന്നതായിട്ടുള്ള പന്തലുകളോ യാഗശാലകളോ ഹോമകുണ്ടങ്ങളോ അതുപോലെ ഏതൊക്കെ ദ്രവ്യങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കാൻ വേണ്ടി അതിനുള്ള സമയം അനുവദിച്ച് ഏട്ടനും അനുജനും നോക്കിയിരുന്നു. കാരണം ഇത് വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഭഗവാൻ ഇപ്പോൾ 7 വയസ്സാണ്. ഇപ്പൊ കഴിഞ്ഞ 6 വർഷവും ഭഗവാൻ കണ്ടിട്ടുള്ളതാണ്. ഭഗവാൻ നമ്മളെപ്പോലെ കുട്ടിയായിരിക്കുമ്പോഴും ബോധമില്ലായ്മയൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം അറിയുന്നവൻ തന്നെയാണ്. കഴിഞ്ഞ 6 വർഷവും താൻ കണ്ട കാര്യം തന്നെ 7-ാം വർഷവും കാണുകയാണ്. പക്ഷെ ഈ വർഷം ഭഗവാന് ഒരു ചിന്ത തോന്നി, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഇത്രയും കാലം താൻ ഇവരെ അവരുടെ പാട്ടിന് വിട്ടു. ഇവരുടെ ചെയ്യുന്ന പ്രവൃത്തി ഇവരെന്തിനാണ് ചെയ്യുന്നതെന്ന് ഇവര് ശരിക്കും അറിയുന്നുണ്ടോ എന്ന് അവരെയും പരീക്ഷിക്കണം, അവരെയും ബോധവൽക്കരിക്കണം. വാസ്തവത്തിൽ ഈ ഗോപന്മാർ ഇന്ദ്രയാഗം നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു ഗതാനുഗതിക സമ്പ്രദായത്തിലാണ്. എൻ്റെ പിതാമഹന്മാർ ചെയ്തു, എൻ്റെ പിതാക്കന്മാർ ചെയ്തു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ അവർ വിചാരം ചെയ്യുന്നൊന്നുമില്ല. അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, തത്വം അറിഞ്ഞുകൊണ്ടൊന്നുമല്ല ചെയ്യുന്നത്. നമ്മളൊക്കെ പല കർമ്മങ്ങളും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലേ? അതിൻ്റെ താല്പര്യം അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ പല കർമ്മങ്ങളും ചെയ്യുന്നത്. ഗതാനുഗതികന്മാരായിട്ട് എൻ്റെ പൂർവീകരൊക്കെ ചെയ്തു, ഞാനും ചെയ്യുന്നു. വാസ്തവത്തിൽ അതിൽ എന്തെല്ലാം
തെറ്റുകൾ വന്നുകൂടിയിട്ടുണ്ട്, അബദ്ധങ്ങൾ വന്നുകൂടിയിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചെയ്യാറില്ല, നമ്മൾ അതിനെ അനുസരിച്ച് കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് പല കാര്യങ്ങളിലും പല ദോഷങ്ങളും അല്ലെ, അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ വന്നു ചേർന്നത്. വിചാരം ചെയ്യാത്തവരെ കൊണ്ടാണ് ഈ ദോഷങ്ങളൊക്കെ വന്നു ചേർന്നത്. ശബരിമലയിൽ വാവര് വന്നു ചേർന്ന പോലെ. ഏതെങ്കിലും നമ്മുടെ പൂർവികരായ കാരണവന്മാർ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചോദിച്ചു, വേണ്ടതുപോലെ വിചാരം ചെയ്തു, ആരൊക്കെയോ എന്തൊക്കെയോ പൊട്ടക്കഥ പറഞ്ഞു, അത് അടുത്ത കാലത്തുണ്ടായതാണെന്ന് അറിഞ്ഞിട്ടും അതിനെ ഞങ്ങൾ സ്വീകരിച്ചു. അപ്പം അതിൻ്റെ ചരിത്രങ്ങളിലേക്കൊന്നും പോകാതെ, അതിൻ്റെ സാങ്കേതികങ്ങളിലേക്കൊന്നും പോകാതെ വിഡ്ഢിത്തരങ്ങളെ ആവർത്തിച്ചു. ഇനിയും ആവർത്തിക്കണോ? ഇപ്പോൾ ഭഗവാൻ കൃഷ്ണനെ പോലെ ചിന്തിക്കുന്നതായിട്ടുള്ള, പരിഷ്കാരം വരുത്തണമെന്ന് ആലോചിക്കുന്നവരായിട്ടുള്ള അറിവുള്ള ആളുകൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് അതിൻ്റെ തെളിമയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, യുക്തിയുക്തം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അത് കേൾക്കാൻ തയ്യാറാവുക, തിരുത്തലുകൾക്ക് തയ്യാറാവുക, അതാണ് ചെയ്യേണ്ടത്. പല ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ വന്നു ചേരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരും. പണ്ട് ഏതോ കാലത്ത് ഒരു പിതാവ് പുരോഹിതനാണ്. ആ പിതാവ് ഓരോ ഗൃഹങ്ങളിലും ഓരോ കർമ്മങ്ങൾക്ക് പൂജകൾക്കൊക്കെ പോകുമ്പോൾ മകനെയും കൂട്ടിയിട്ട് പോയി. ഒരു മകനെയും കൂട്ടിയിട്ട് പോയപ്പോൾ ഒരു ഗൃഹത്തിൽ ചെന്നപ്പോൾ അവിടെ പൂജകൾ ആരംഭിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു കറുത്ത പൂച്ച അവിടെ കിടന്നിങ്ങനെ ശല്യം ചെയ്യുന്നു. ഈ പൂജാദ്രവ്യങ്ങളൊക്കെ അത് വന്ന് സ്പർശിക്കുകയും മറ്റുമൊക്കെ ചെയ്ത് അതിൻ്റെ ശുദ്ധിയെ കളയുന്നു. അപ്പോൾ ഈ പുരോഹിതൻ ഇവരോട് പറഞ്ഞു, ഒരു കയറ് കൊണ്ടുവരും എന്ന്. അങ്ങനെ ഒരു കയറ് കൊണ്ടുവന്ന് ഈ പൂച്ചയെ ബന്ധിക്കാൻ പറഞ്ഞ് അപ്പുറത്തൊരു തൂണിൽ കെട്ടിയിടാൻ പറഞ്ഞു. അതല്ലെങ്കിൽ അതിങ്ങനെ ഇതിൻ്റെ ഇടയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കയറിൽ പൂച്ചയെ ബന്ധിച്ച് കെട്ടിയിട്ടു. ഈ മകൻ ഇത് മാത്രമേ കണ്ടുള്ളൂ. മകൻ കുറച്ച് കഴിഞ്ഞ് സ്വയം ഒറ്റയ്ക്ക് പൂജയ്ക്ക് പോകാൻ തുടങ്ങി. പൂജയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ മുമ്പ് ചെയ്ത ഇതേപോലെയുള്ള പൂജയിൽ അദ്ദേഹം മകൻ ലിസ്റ്റ് കൊടുക്കുമ്പോൾ, ചാർത്ത് കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു കറുത്ത പൂച്ച, ഒരു കയറ് ലിസ്റ്റിൽ വന്നു. എന്താ, ഈ കർമ്മം നടക്കണമെങ്കിൽ കൂട്ടത്തില് ഒരു കറുത്ത പൂച്ചയെ ഒരു കയറില് അടുത്തുള്ള ഒരു തൂണില് കെട്ടിയിടണം. ഇതാണ് ഈ കുട്ടി പഠിച്ചത്. ചോദ്യം ചെയ്തില്ല അച്ഛനോട്, എന്താ അതിന്റെ സാങ്കത്യം എന്നൊന്നും. അച്ഛൻ ചെയ്യണ കണ്ടു, താനും അത് തന്നെ അനുസരിച്ചു. അങ്ങനെ ഇപ്പോൾ മകൻ എവിടെ പോയാലും ലിസ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു കറുത്ത പൂച്ചയും ഒരു കയറും, ആ പൂച്ചയെ യാഗശാലയിൽ കെട്ടിയിടുക എന്നുള്ളതും ഒരു വിധിയായിട്ട് മാറി കാലം കൊണ്ട്. ആ മകന്റെ മകൻ പിന്നെ അതിലും വലിയ കേമനായിരിക്കും. അപ്പോൾ വേറൊരു കഥ ഇവിടെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതാണെന്ന് പറയും. ഈ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരൊക്കെ ഗുരുവായൂരിൽ വന്ന് തൊഴുന്നുണ്ടല്ലോ. അപ്പൊ അവരെല്ലാം ഗുരുവായൂരിൽ തൊഴാനായിട്ട് തിരക്ക് പിടിച്ച് ക്യൂ ആയിട്ട് ഓടിക്കൊണ്ട് വരികയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ആ മറ്റേ നാലമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന വലിയ വാതിലിന്റെ ഉമ്മറപ്പടി, അവിടെ ഒരു അയ്യപ്പൻ തടഞ്ഞു വീഴാൻ പോയപ്പോൾ മുകളില് ഉമ്മറപ്പടിയിലേക്ക് ഒന്ന് ആഞ്ഞു പിടിച്ചു. ഒരു അടിക്കും പോലെ കൈകൊണ്ടൊന്ന് ആഞ്ഞു പിടിച്ചു. പിന്നാലെ വരുന്നവര് വിചാരിച്ചു ഈ ഗുരുവായൂരപ്പന്റെ അവിടെ തൊഴാൻ വരുന്ന ആളുകൾ ഇങ്ങനെ ഒരു സമ്പ്രദായമുണ്ട് എന്ന്. അങ്ങനെ പിന്നാലെ വരുന്നവൻ അവനും അടിച്ചു ഉമ്മറപ്പടിയിൽ ഒരു അടി. അതിന്റെ പുറകെ വരുന്നവരൊക്കെ പിന്നെ തെലുങ്കന്മാരും
അല്ലേ, കന്നഡക്കാരും തമിഴന്മാരും ഒക്കെയാണ്. അവരുണ്ടോ ഇവിടെ എന്താ ആചാരം എന്നറിയണു. അപ്പോൾ മുമ്പേ പോയവരൊക്കെ അടിച്ചു, എന്നാൽ പിന്നെ ഞങ്ങളും അടിക്കാതിരിക്കേണ്ട, വല്ല പാപം കിട്ടിയാലോ, ഭഗവാൻ കോപിച്ചാലോ, ഭഗവാൻ അനുഗ്രഹിച്ചില്ലെങ്കിലോ എന്ന് ശങ്കിച്ചുകൊണ്ട് അവരും അടിച്ചു. അങ്ങനെ ഓരോരുത്തരും പുറകെ പുറകെ വരുന്നവരൊക്കെ ടേ 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 എന്ന് അത് ഉമ്മറപ്പടിയിൽ അടിച്ച് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കാലം അങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ തുടർന്നിരുന്നു. ആരൊക്കെ അതിനെ ചോദ്യം ചെയ്ത് തടഞ്ഞു. അങ്ങനെയാണ് ഇപ്പം അതില്ലാതായത് എന്ന് പറയും. നടന്നതാണെന്നാണ് പലരും പറയുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആളുകൾ, ഹിന്ദു സമൂഹത്തിലുള്ളതായിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളും ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ തത്വമെന്ത്, താല്പര്യമെന്ത്, എന്താണ് പൂർവികർ ആരംഭിച്ചത്, ഇപ്പം അതിൽ എന്തൊക്കെ വെള്ളം കൂട്ടിയിട്ടുണ്ട്, എന്തൊക്കെ ലോപിച്ചു പോയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും വിചാരം ചെയ്യുന്നില്ല, അന്വേഷിക്കുന്നില്ല. പലതും ലോപം വന്നു പോയിട്ടുണ്ട്. കാരണം കാലം കൊണ്ട് സമയമില്ലായ്മയും ദ്രവ്യങ്ങളുടെ ലാഭമില്ലായ്മയും മറ്റു പല സാഹചര്യങ്ങളുടെ കുറവും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേർന്നതുണ്ട്. പിന്നെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്ന കാര്യങ്ങളുണ്ട്. അത് മാറ്റൂല്ല അന്ധവിശ്വാസത്തിന്റെ പേരിൽ. കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അത് എല്ലാ മതത്തിലും ഉണ്ട്. പൂർവീകർ അങ്ങനെ നടന്നു, അതുകൊണ്ട് നമ്മളും അങ്ങനെ നടക്കാവൂ എന്ന ഒരു സംഗതിയില്ലാതെ, ഒരു കാര്യവുമില്ലാതെ ആ വിഡ്ഢിത്തരം തന്നെ, അല്ലെങ്കിൽ ആ കാലത്തുള്ള പരിമിതി കൊണ്ട് അങ്ങനെ നടന്നതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമ്പ്രദായം. ഏതാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പുരുഷന്മാര് മേൽവസ്ത്രം ധരിച്ച് ചെല്ലാൻ പാടില്ല എന്ന് കേരളത്തിൽ മാത്രം നിയമം. അത് പിടിവാശിയാണ്. പണ്ടുണ്ടായിരുന്നവർക്ക് ഷർട്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഷർട്ടില്ലാതെ പോയി. പണ്ട് ഇത്രയും തിരക്കും ഉണ്ടായിരുന്നില്ല, ഷർട്ടില്ലാതെ പോയാലും കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുളി കഴിഞ്ഞ് വേഷ്ടി ഉടുത്ത് ഒരു മേൽമുണ്ടും ധരിച്ച് വളരെ തൃപ്തമായിട്ട് നമുക്ക് പോയിട്ട് വരാൻ സാധിക്കും. ഒരു ഭക്തിയുടെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു തിരക്കില്ലാത്ത അമ്പലങ്ങളിൽ. തിരക്കുള്ളിടത്തൊക്കെ ഈ ഷർട്ടില്ലാതെ പോകുന്നത് ഓരോരുത്തരും കാണിക്കുന്ന വേഷം കെട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വൃത്തികേട് തോന്നും നമുക്ക്. അപ്പോൾ ഷർട്ട് ഇട്ടിട്ട് പോകാൻ അനുവദിക്കാവുന്നതാണ്, അല്ലേ? ഇപ്പൊ ഞാൻ നാളെ ഗുരുവായൂർ പോയപ്പോൾ കണ്ടിരുന്നു, ഷർട്ട് അഴിക്കണം എന്നുള്ള നിയമമുള്ളത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അഴിച്ചിട്ടുണ്ട് എന്ന് വരുത്തിയിട്ടുണ്ട്. ഒരു കൈ മാത്രം അഴിച്ചിട്ടുണ്ട്, മറ്റത് മേലെ കൂടെ തന്നെ അതിനെ പുതച്ചിട്ടുണ്ട്. അതിന്റെ കോളറൊക്കെ യഥാസ്ഥാനത്ത് തന്നെയുണ്ട്, അതിനെ ഇങ്ങനെ പുതച്ചിട്ടുണ്ട്. ഒരു കൈ മാത്രം കൈയില്ലാത്ത നൊണ്ടിയെ പോലെ, മുടന്തനെ പോലെ അത് മാത്രം ഇതിന്റെ ഉള്ളിന്ന് ഊരി, സ്ലീവിന്ന് ഊരിയിട്ട് പുറത്തിട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ പുതയ്ക്കേണ്ടതൊക്കെ പുതച്ചിട്ടുണ്ട്. ഈ ഷർട്ട് കൊണ്ട് പുതയ്ക്കാനുള്ളത് പുതച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും ഇല്ല. അയാൾ, ഞാൻ ദൂരത്ത് നോക്കിയപ്പോൾ അയാൾ ഷർട്ട് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് പേര് ഷർട്ട് ഇട്ടതുപോലെ തന്നെ ഇരിക്കും. വെറുതെ പേരിന് ഒരു സ്ലീവ് മാത്രം ഊരി അതിനെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് അതിനെ പുറത്തു കൂടെ പുതച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ഉദ്ദേശം നടക്കുന്നുണ്ടോ? ഈ കാലത്ത് നടക്കില്ല. അപ്പൊ എല്ലാവരും ഷർട്ടിട്ട് പോയാൽ ഒരു ദോഷമില്ല, ഒരു കുഴപ്പമില്ല. എന്താണ് അതിന്റെ തത്വം അറിഞ്ഞുകൊണ്ട് പോയാൽ മതി. ഇതൊക്കെ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് നമ്മൾ. അപ്പോൾ അതുപോലെ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ക്ഷേത്രങ്ങളിലൊന്നും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരുന്നില്ല. ഇരുട്ടത്തായിരുന്നു എല്ലാ പരിപാടിയും. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അതിനെ വേണ്ട പോലെയൊക്കെ ഉപയോഗിക്കാം.
അത് ഉപയോഗിക്കാതിരുന്നാലുള്ള ദോഷങ്ങളും ഉണ്ട്. ഇരുട്ടത്ത് പല അബദ്ധങ്ങളും പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ട് ഗ്യാസൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും, മിക്കവാറും ക്ഷേത്രങ്ങളിലും ഗ്യാസിലാണ് തടപ്പള്ളി പ്രവർത്തിക്കുന്നത്. അതിനെന്തെങ്കിലും ദോഷമുണ്ടോ? അതും ഒരു ഇന്ധനം തന്നെയാണ്. ലിക്വിഡ് പെട്രോളിയമാണത്, LPG. അല്ലാതെ അതിൽ വൃത്തികെട്ട ഗ്യാസൊന്നുമില്ല. അതിന് ഗ്യാസിന്റെ ചില സ്മെല്ലുകൾ ഉണ്ടാകുന്നത് അത് പുറത്തേക്ക് വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ചില സ്മെല്ല് വരുന്ന ദ്രവ്യങ്ങൾ അതിൽ ചേർക്കുന്നതാണ്. യഥാർത്ഥ LPGയിൽ സ്മെല്ലൊന്നുമില്ല. അതിൽ സ്മെല്ല് വരാൻ വേണ്ടി, കാരണം ലീക്കേജ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാനാണ് ഈ സ്മെല്ലില്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയില്ല. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് എന്തോ ഒരു ഇൻഗ്രീഡിയന്റ് അതിൽ അല്പം ചേർക്കുന്നുണ്ട്, സ്മെല്ല് വരാൻ വേണ്ടി. അതില്ലെങ്കിലും ഗ്യാസ് ആയിട്ടിരിക്കും. അപ്പോൾ അതും ഇന്ധനം തന്നെയാണ്, വിറകും ഇന്ധനം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് വിറക് കിട്ടാനില്ല. മാത്രമല്ല, വലിയ വിറക് കിട്ടിയാലും അതിനെ പൊളിക്കാനോ കഷ്ണങ്ങളാക്കാനോ ആളില്ല. മാത്രമല്ല, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ വിറകിനെ നശിപ്പിക്കുന്നത്, പ്രകൃതിയിലെ വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് വിറകിന് വേണ്ടിയിട്ട്. ഇത് ഓൾറെഡി നേരത്തെ നശിച്ചുപോയ വൃക്ഷങ്ങളുടെ ആ എന്താ പറയുക മാറ്റം സംഭവിച്ചിട്ട് അതിന്റെ ഫോസിലുകളാണ് ഓയിലുകളൊക്കെ ആയിട്ട് മാറുന്നത്, പെട്രോളിയമൊക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. എത്രയോ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിക്കടിയിൽ പോയ വൃക്ഷങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ ഇന്നത്തെ നമ്മുടെ ഗ്യാസുകളും മറ്റു പല ധാതുക്കളും ഒക്കെ ലഭിക്കുന്നത്. അപ്പൊ അത് വൃക്ഷത്തിന്റെ തന്നെ പ്രോഡക്റ്റ് ആണ് എന്ന് കരുതി എടുക്കുന്നതിൽ യാതൊരു ദോഷവുമില്ല. അന്ധവിശ്വാസം മാറ്റിയാൽ മതി, അതിലുള്ള അജ്ഞത മാറ്റിയാൽ മതി. ഇവരുടെ കാര്യത്തിലും ഇസ്ലാമിന്റെ കാര്യത്തിലും പല കാര്യങ്ങളും ഹറാമാണ് പറഞ്ഞിരുന്നതൊക്കെ കാലം മാറിയതോടുകൂടി എല്ലാം ഹലാലായി മാറി എന്ന് അതിന്റെ പണ്ഡിതന്മാർ പറയും. പണ്ട് അവർക്ക് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഹറാമായിരുന്നു. പിന്നീട് ഹജ്ജിന് പോകാൻ പാസ്പോർട്ടിൽ ഫോട്ടോ അവശ്യം വേണമെന്നായപ്പോൾ അത് ഹലാലായി. നിവൃത്തിയില്ല. രണ്ട് നേഷന്റെയും സ്കാനിങ്ങിന് വിധേയമാക്കണം. ഇവിടുന്ന് പാസ്പോർട്ടും കൊണ്ട് കടന്നു പോകണം. ഇവിടുത്തെ എയർപോർട്ടുകൾ കടന്നു പോകുമ്പോൾ ഇവിടെ പാസ്പോർട്ട് കാണിക്കണം. അവിടെ സൗദി അറേബ്യയിൽ എത്തുമ്പോൾ ഇവിടുത്തെ പൗരനാണെന്ന് തെളിയിക്കാനുള്ള പാസ്പോർട്ട് കാണിക്കണം. അതിൽ ഫോട്ടോ അവശ്യം വേണം. അപ്പോൾ ഹജ്ജിന് പോകുന്നവർക്ക് ഫോട്ടോ അത്യാവശ്യമാണെന്ന് വന്നതോടുകൂടി പണ്ഡിതന്മാരൊക്കെ കൂടി ഫോട്ടോ എടുക്കൽ ഹലാലാക്കി. പണ്ട് ഹറാമായിരുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവരുടെയിലും അനാവശ്യമായിട്ട് അവർ ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് അവർ തിരുത്തട്ടെ. അതേപോലെ ക്രിസ്ത്യൻ സമൂഹത്തിലും ഉണ്ടാവും. ഇപ്പം നമ്മുടെ അതിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ കാലാകാലങ്ങളായിട്ട് ഒരുപാട് അജ്ഞത കൊണ്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ധാരാളമുണ്ട്. അത് വിചാരം ചെയ്ത് പണ്ഡിതന്മാരായിട്ടുള്ളവർ ഓരോന്നിൻ്റെയും സാങ്കത്യം എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടത് മാത്രം നിലനിർത്തുകയും വേണ്ടാത്തതൊക്കെ മാറ്റുകയും ചെയ്യാം. അതിലൊന്നും ഒരു ദോഷമില്ല. ആചാരങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. അത് മനുഷ്യർക്ക് മാറ്റാവുന്നതാണ്. കാലങ്ങൾക്കനുസരിച്ച് മാറ്റാം. നമ്മുടെ സ്മൃതികളൊക്കെ കാലാകാലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ്. പഴയ എന്താ പറയുക പാരാശര്യ സ്മൃതിയോ യാജ്ഞവൽക്യ സ്മൃതിയോ ഒന്നും ഇപ്പൊ നിലവിലില്ല. മനുസ്മൃതി ഇപ്പൊ നിലവിലില്ല. അതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ശേഷിക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ ആധുനികന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ കൂടി ചേർന്ന് ഹൈന്ദവ ധർമ്മത്തിന് എന്തൊക്കെയാണ് നല്ലത് എന്ന് തീരുമാനിച്ച് ഒരു സ്മൃതി ഉണ്ടാക്കാവുന്നതാണ്. അതിലൊന്നും യാതൊരു ദോഷമില്ല എന്നാണ് ഇവിടെ ഭഗവാൻ കാണിച്ചു തരുന്നത്. ഈ ഭഗവാൻ നടത്തുന്ന നവോത്ഥാനത്തിലൂടെ ഇതാണ് കാണിച്ചു തരുന്നത്. അപ്പോ
ഇത് അറിവുള്ളവർ എല്ലാവരിലേക്കും ഇത് ചർച്ച ചെയ്ത് വിചാരം ചെയ്ത് കാലാകാലങ്ങളിൽ മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടതാണ്. അപ്പൊ ഇനിമേൽ ഈ മണ്ഡലകാലം മുതൽ ആരും വാവര് പള്ളിയിൽ പോകാതിരിക്കുക, മോളിലും ശബരിമല സന്നിധാനത്തുള്ള വാവര് നടയിലും പോകാതിരിക്കുക, വ്രതഭംഗമില്ലാതിരിക്കട്ടെ എല്ലാവരും പറഞ്ഞു കൊടുക്കുക. നാരായണ. അപ്പൊ ഇവിടെ ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ട് കാത്തിരുന്നു, എല്ലാം റെഡിയാവട്ടെ എന്നിട്ട് താൻ ഇടപെടാം എന്ന് പറഞ്ഞുകൊണ്ട് ഗോപന്മാര് ഇന്ദ്രയാഗത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നത് നോക്കിയിരുന്നു. ഭഗവാൻ അറിയാം ഇത് ഇന്ദ്രയാഗത്തിനാണ്, ഇന്ന ദ്രവ്യങ്ങളൊക്കെയാണ് ഒരുക്കുക എന്ന് നല്ലോണം അറിയാം. കാരണം പൂർവ്വ വർഷങ്ങളിലൊക്കെ കണ്ടു പരിചയമുണ്ട്. സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അറിയാത്തതൊന്നുമല്ല. കാത്തിരുന്നു അവരുടെ പണി എല്ലാം ഒരുങ്ങുന്നത് വരേക്ക്. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്ന് തുടരുകയാണ്. തദഭിജ്ഞോ വിഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ പൃച്ഛത് വൃദ്ധാൻ നന്ദപുരോഗമാൻ. തദഭിജ്ഞോ വിഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ പൃച്ഛത് വൃദ്ധാൻ നന്ദപുരോഗമാൻ. തദഭിജ്ഞഃ അപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ. ഭഗവാൻ ആരാണ്? സർവാത്മ, എല്ലാവരുടെയും അന്തര്യാമിയും ആത്മാവുമാണ്. സർവാത്മാ സർവദർശനഃ, എല്ലാം കാണുന്നവൻ, എല്ലാം അറിയുന്നവനാണ്. അങ്ങനെയുള്ള സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ തദഭിജ്ഞഃ അപി, തദഭിജ്ഞഃ, ഈ ഇന്ദ്രയാഗത്തെക്കുറിച്ചെല്ലാം ഇവർ ചെയ്യാൻ പോകുന്ന ഇന്നതാണെന്നൊക്കെ അറിയുന്നവനാണെങ്കിലും, എന്തൊക്കെയാ ഇവർ ചെയ്യാൻ പോകുന്ന എല്ലാം ഭഗവാൻ അറിയാം. എങ്കിലും അറിയാത്തവനെ പോലെ ഭഗവാൻ പ്രശ്രയ അവനതഃ, പ്രശ്രയം എന്ന വിനയം ഭാവിച്ചുകൊണ്ട്, അവനതഃ നമസ്കാരം ചെയ്തുകൊണ്ട്, വളരെ വിനയത്തോടെ ഒരു വിദ്യാർത്ഥിയെ പോലെ, വളരെ ശ്രദ്ധയുള്ള ക്യൂരിയോസിറ്റിയുള്ള ഒന്നും അറിയാത്തൊരു കുട്ടിയെ പോലെ ഭഗവാൻ ഭാവിച്ചു. വിനയത്തോടെ നമസ്കരിച്ചുകൊണ്ട് നന്ദ പുരോഗമാൻ വൃദ്ധാൻ അപൃച്ഛത്, നന്ദൻ മുമ്പിൽ നിൽക്കുന്ന ബാക്കി ഗോപന്മാരോടുകൂടിയും ചേർന്ന് എല്ലാവരോടും കൂടി ഭഗവാൻ അപൃച്ഛത് പ്രശ്നം ചെയ്തു, ചോദ്യം ചെയ്തു. അപ്പോൾ അച്ഛനായ നന്ദനോടും അച്ഛൻ്റെ കൂടെ കാരണവന്മാരൊക്കെ ഉണ്ട്, ഗോപകുലത്തിലെ എല്ലാ പ്രമുഖരുമുണ്ട്. എല്ലാവരും കേൾക്കുകയാണ്. കാരണം അച്ഛൻ മാത്രമായിട്ടൊരു മാറ്റം വരുത്തി എല്ലാവരെയും അപ്രീതിപ്പെടുത്തണ്ട. എല്ലാവരുടെ മനസ്സിലും ഭഗവാൻ ആ മാറ്റം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് പോലെയായി ഭഗവാന്റെ ഈ ചോദ്യം, ഒരു മീറ്റിങ്ങിലെ അജണ്ട പോലെയായി. അല്ലാതെ ഏകപക്ഷീയമായിട്ട് അച്ഛനെ കൊണ്ട് പറഞ്ഞ് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നില്ല. എല്ലാവരും കേൾക്ക തന്നെയാണ് ഭഗവാൻ ഇത് പറയുന്നത്. അപ്പോൾ പ്രശ്രയാവനതനായിക്കൊണ്ട് നന്ദപുരോഗമാൻ വൃദ്ധാൻ അപൃച്ഛത്, എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും അറിയാത്ത ശിശുവിനെ പോലെ ചോദിച്ചു. അപ്പോ ഈ ഇന്ദ്രയാഗം പൂർവ്വ വർഷങ്ങളിലൊക്കെ നടത്തിയതും അതുകൊണ്ട് ഇന്ദ്രന്റെ പ്രീതി ഉണ്ടായിട്ടുള്ളതും മഴയൊക്കെ വേണ്ടതുപോലെ വന്നുകൊണ്ടിരിക്കുന്നതും അതുമൂലം ഗോകുലത്തിലുണ്ടാകുന്ന അഭിവൃദ്ധിയും ഇതൊക്കെ ഭഗവാൻ അറിയാം. മറ്റുള്ളവർക്കൊന്നും അറിയാത്ത കാര്യവും ഭഗവാൻ അറിയാം, അല്ലെ? ഈ ഇന്ദ്രന് ഈ ശക്തിയെല്ലാം കൊടുക്കുന്നത് പരമാത്മാവായ താൻ തന്നെയാണ്. ഈ ഇന്ദ്രനെ ഈ പ്രവൃത്തിയിൽ പ്രേരിപ്പിക്കുന്നത് താൻ തന്നെയാണ്. ഇന്ദ്രന് മഴ പെയ്യാനുള്ളതായിട്ടുള്ള കഴിവ് കൊടുക്കുന്നത് താൻ തന്നെയാണ്. ഇന്ദ്രന് സഹായിയായിട്ട് സൂര്യനെ കൊണ്ട്, അല്ലെ, മേഘങ്ങളെ ഉണ്ടാക്കിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇവർക്കൊന്നും അറിയാത്ത കാര്യങ്ങളും ഭഗവാൻ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഭഗവാൻ ഒന്ന് കൂടുതലായിട്ട് അറിയാം. ഇന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത് താനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ്. അപ്പൊ ഇന്ദ്രന്റെ അഭിമാനം, അഹങ്കാരം, ഗർവം, താനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളതായിട്ടുള്ള ഭാവം, അതൊന്ന് മാറ്റണം. ഇന്ദ്രന്റെ ഗർവം ശമിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഈ ഗോപന്മാരും ഇനി വരുന്ന തലമുറകളും ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ
കാര്യാകാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും അതാരാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങൾ, അതിൽ ഉപയോഗിക്കേണ്ട ദ്രവ്യങ്ങൾ എല്ലാറ്റിനെക്കുറിച്ചുള്ള അറിവോടുകൂടി ചെയ്യാൻ വേണ്ടി ഭഗവാൻ സങ്കല്പിക്കുന്നു. അല്ലാതെ ഗതാനുഗതികന്മാരായി ചെയ്യുന്നതിനോട് ഭഗവാന് വലിയ താല്പര്യമില്ല. അന്ധരായി മുമ്പിൽ നടക്കുന്ന പൊട്ടക്കണ്ണന്മാരുടെ പുറകെ പൊട്ടക്കണ്ണന്മാർ നടക്കുന്നത് പോലെ അന്ധേനൈവ നീയമാന യഥാ അന്ധാഹ, അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന അന്ധന്മാരെ പോലെ പിന്തുടരാനായിട്ട് ഒരു സമൂഹം അങ്ങനെ ചെയ്യുന്നതിൽ ഭഗവാന് താല്പര്യമില്ല. എല്ലാവർക്കും ശ്രദ്ധയുണ്ടാവണം, എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കണം. പൂർവികരെ ധിക്കരിക്കണം എന്ന് പറയുന്നില്ല അവിടെ, ഭഗവാനും ധിക്കരിക്കുന്നില്ല. ഭഗവാൻ അവരെ വിനയത്തോടുകൂടെ വൃദ്ധന്മാരെ ബഹുമാനിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരും തലമുറകളും ഇതുപോലെ ചോദിക്കണം, ചോദിച്ച് ചിന്തിപ്പിക്കണം. അപ്പോൾ കേൾക്കുന്ന വൃദ്ധരോ അവർ ചീത്ത പറയാനും പാടില്ല കുട്ടികളെ. കുട്ടികൾ ചോദിച്ചാൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നേടിയിരിക്കണം. ഇത്രയും വർഷങ്ങൾ ജീവിച്ചില്ലേ നിങ്ങൾ പെട്ടെന്ന് ജനിച്ച ഉടനെ വൃദ്ധന്മാരായതൊന്നും അല്ലല്ലോ. ഇത്ര കാലം എന്തെടുക്കുകയായിരുന്നു? എന്തെങ്കിലും എടുത്തുവോ? എന്തെങ്കിലുമൊക്കെ നേടിയോ? എന്തെങ്കിലുമൊക്കെ അറിവ് നേടിയോ? ചിന്തിച്ചുവോ? അപ്പൊ നിങ്ങളുടെ അറിവില്ലായ്മയെ മറയ്ക്കാൻ വേണ്ടി കുട്ടികളെ ചീത്ത പറയുന്നത് മര്യാദയേ അല്ല. അതാണ് നമ്മുടെ സമൂഹം നശിക്കാൻ കാരണം. മുതിർന്നവരുടെ അറിവില്ലായ്മയെ മറയ്ക്കാൻ വേണ്ടി ഇതൊന്നും ചോദിക്കാൻ പാടില്ല, അതൊക്കെ അങ്ങോട്ട് അനുഷ്ഠിച്ചാൽ മതി, മുതിർന്നവർ ചെയ്യുന്നത് അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് വെറും കഴുതകളെ പോലെ ഫോളോവേഴ്സാക്കി മാറ്റുക, അത് ശരിയല്ല. കുട്ടികൾ ക്യൂരിയോസിറ്റിയോടുകൂടി എന്ത് ചോദിച്ചാലും നല്ല രീതിയിൽ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് മാതാപിതാക്കൾ, ഗുരുക്കന്മാർ നേടിയിരിക്കണം. അതിൻ്റെ പോരായ്മയാണ് പിൽക്കാലത്ത് ഈ അന്ധേനൈവ നിയമാന യഥാന്താഹ എന്നുള്ള ആ ഒരു പാരമ്പര്യം വന്നത്. ഇത് ഞങ്ങൾ എത്രയോ കാലമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്, ഞങ്ങൾ ആരോടും ചോദിച്ചില്ല. അതൊന്നും ഭൂഷണമല്ല. നിങ്ങളോട് ആരാ ചോദിക്കണ്ട പറഞ്ഞത്? ചോദിച്ച് മനസ്സിലാക്കായിരുന്നില്ലേ? അതിന് ഞങ്ങളുടെ മുത്തശ്ശന്മാർക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും സമൂഹത്തിൽ ഉണ്ടാവില്ലേ? അന്ന് ഇത്രയൊന്നും ആൾക്കാരെ കിട്ടില്ലായിരുന്നു. ശരി, വിട്ടേക്കുക. ഇപ്പോഴെങ്കിലും അറിയാൻ ശ്രമിക്കുക. ഇപ്പോഴെങ്കിലും ഓരോന്നിൻ്റെയും സാങ്കത്യം മനസ്സിലാക്കി, ഓരോന്നിൻ്റെയും താല്പര്യം, തത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അനുഷ്ഠിക്കാനായിക്കൊണ്ടും നമ്മളും അനുഷ്ഠിക്കുക, കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. ആ കുട്ടികളുടെ ശ്രദ്ധയെ മുരടിപ്പിക്കാതിരിക്കുക, നിരാശപ്പെടുത്താതിരിക്കുക. അവരുടെ ഉള്ളിൽ ഇതെല്ലാം അന്ധവിശ്വാസമാണ്, ഇതെല്ലാം കൊള്ളരുതായ്മയാണ്, അച്ഛനമ്മമാർക്കൊന്നും വിവരമില്ലാത്തതുകൊണ്ട് അവർ കാട്ടിക്കൂട്ടുകയാണ് എന്ന് അവരുടെ ഉള്ളിൽ ചിന്തയുണ്ടാക്കുകയും അവർക്ക് കുറച്ച് നട്ടെല്ലിന് ബലം വന്നു ചെയ്യുമ്പോൾ അവരത് അനുസരിക്കാതാവുകയും ചെയ്യും. അങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാറായി, അല്ലെങ്കിൽ ഇത്തിരി നട്ടെല്ലിന് ഉറപ്പായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കാതെയാവും. നിങ്ങൾ എന്തൊക്കെ വിഡ്ഢിത്തരം കാണിക്കണോ അത് ഞങ്ങൾ കാണിച്ചോളണം എന്താ നിർബന്ധിക്കണമെന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ കാണിക്കുന്നത് വിഡ്ഢിത്തരമല്ല എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം, മറ്റുള്ളവരെ, കുട്ടികളെ ബോധ്യപ്പെടുത്താനും സാമർഥ്യം ഉണ്ടാവണം. അതിന് എന്ത് വേണം? ജ്ഞാനം വേണം. അറിവുള്ളവരിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കാനുള്ള പ്രയത്നം വേണം. അതില്ല ഹിന്ദു സമൂഹത്തില്. അതിൻ്റെ ന്യൂനതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം അറിയാന്നുള്ള ഭാവമുണ്ട്, ഒന്നും അറിയുകയും ഇല്ല. ചിന്തിക്കുക, മാറ്റം വരട്ടെ. ഞങ്ങളുമൊക്കെ മുതിർന്നവരെ അനുസരിച്ച് തന്നെയാണ് വന്നത്. പക്ഷെ മുതിർന്നവരെ അനുസരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അന്വേഷണവും ഉണ്ടായിരുന്നു, സത്യാന്വേഷണവും ഉണ്ടായിരുന്നു. എല്ലാറ്റിൻ്റെയും താല്പര്യവും തത്വവും അറിവുള്ളവരോട് ചോദിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നു. എന്തെങ്കിലും ക്ലൂ കിട്ടിയാൽ പിന്നെ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കാനുള്ള
വിവേകം ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ ക്ലൂ കിട്ടിയാൽ മതി നമുക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, അതിനോട് നമുക്കൊരു ശ്രദ്ധയുണ്ടാവും, അതിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും, അത് ചെയ്യേണ്ടതാണ് എന്നുള്ള ഉറപ്പുണ്ടാവും. മറ്റത് നിവൃത്തിയില്ലാതെ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് ചെയ്യുന്ന ചടങ്ങുകൾ മാത്രമായി മാറും. അപ്പോ തുടരാം. തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശനഃ പ്രശ്രയാവനതോ പൃച്ഛത് വൃദ്ധാൻ നന്ദപുരോഗമാൻ കഥ്യതാം മേ പിതഃ കോയം സംഭ്രമോ വ ഉപാഗതഃ കിം ഫലം കസ്യ ചോദ്ദേശഃ കേന വാ സാധ്യതേ മഗഃ കഥ്യതാം മേ പിതഃ കോയം സംഭ്രമോ വ ഉപാഗതഃ കിം ഫലം കസ്യ ചോദ്ദേശഃ കേന വാ സാധ്യതേ മഗഃ. ഭഗവാൻ അച്ഛനെ മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോ മേ പിതഃ, പിതഃ എന്നുള്ളത് സംബോധനയാണ്. അല്ലയോ പിതാവേ, മേ കഥ്യതാം, എന്നോട് പറഞ്ഞു തരൂ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ. കഥ്യതാം മേ പിതഃ വഹ ഉപാഗതഃ അയം സംഭ്രമഃ കഹ കോയം സംഭ്രമഃ. ഇപ്പൊ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ സംഭ്രമം, നിങ്ങൾ എന്തൊക്കെയോ വളരെ ആവേശത്തോടുകൂടി പരിഭ്രമത്തോടുകൂടി ഓടി നടന്ന് എന്തൊക്കെയോ ഒരുക്കുന്നുണ്ടല്ലോ, അതിനാണ് ഇവിടെ സംഭ്രമം എന്ന് പറഞ്ഞത്. അപ്പൊ അയം സംഭ്രമഃ വഹ ഉപാഗതഃ, നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇത് എന്താണിത്? കഹ, വാട്ട് ഈസ് ദ മാറ്റർ? നിങ്ങൾ എന്തിനുള്ള ഒരുക്കമാണ്? അപ്പൊ പൂർവ വർഷങ്ങളിലൊന്നും ഇന്ദ്രയാഗം കാണാത്ത ഒരു കുട്ടിയെ പോലെയാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്? എല്ലാം മറന്ന കുട്ടി. അത് കഥ്യതാം മേ കഥ്യതാം, എന്നോട് പറഞ്ഞു തരൂ. കിം ഫലം, ഇതുകൊണ്ട് എന്താ പ്രയോജനം? എല്ലാ കർമ്മം ആരംഭിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഏത് കർമ്മത്തിനും ഫലമില്ലാത്ത കർമ്മങ്ങളൊന്നുമില്ല. ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മാഫലേഷു കഥാചന എന്ന്. അതെന്ത് മാഫലേഷു കഥാചന എന്ന് പറഞ്ഞത്? ആസക്തി വേണ്ടെന്നേ പറഞ്ഞുള്ളൂ, ഫലമില്ല എന്ന് പറഞ്ഞിട്ടില്ല. കർമ്മണ്യേവ അധികാരസ്ഥ എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. തേ അധികാരഃ കർമ്മണിയേവ, നിനക്ക് അധികാരം എന്ന് വെച്ചാൽ ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം, യോഗ്യത, അത് കർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. അതിന്റെ ഫലത്തിൽ നിനക്ക് അധികാരമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മാ ഫലേഷു, ഫലേഷു അധികാരഃ മാ, ഫലത്തിൽ നിനക്ക് അധികാരമില്ല. ഫലം നിശ്ചയിക്കുന്നതിന് നീ മാത്രം പോരാ. നീ വിചാരിച്ചാലല്ല ഫലം ഉണ്ടാകുന്നത്. നിനക്കാകെ ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്യുക, നിന്റെ കർത്തവ്യം നീ ചെയ്യുക. അതോടൊപ്പം ഒരുപാട് പേർ അവരുടെ കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം കൂടി ചേരുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുക. അല്ലാതെ കർത്താവായ നിന്നെ കൊണ്ട് മാത്രം ഒരു ഫലം ഉണ്ടാക്കാൻ സാധ്യമല്ല. ഫലം നിശ്ചയിക്കുന്നത് കാലം, ദേശം, പാത്രം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ക്വാളിറ്റി, നമ്മുടെ അറിവ്, അതിൽ ആരൊക്കെ ഇൻവോൾവ്ഡ് ആണ്, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവകർമ്മങ്ങളുടെ ഒരു ഫലം, പുണ്യമുണ്ട്. അത് ഈശ്വര അനുഗ്രഹമായി കൂടെ ഉണ്ടാവണം. എല്ലാം തികയുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച ഫലം ഉദ്ദേശിച്ച പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അധികമായിട്ടോ വരികയുള്ളൂ. നമുക്ക് പുണ്യമുണ്ടെങ്കിൽ, യോഗമുണ്ടെങ്കിൽ, ബാക്കിയുള്ളവരൊക്കെ, നമ്മുടെ കൂടെയുള്ളവരൊക്കെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം വേണ്ട പോലെ ആയിട്ടുണ്ടെങ്കിൽ ഫലം നല്ലോണം കിട്ടും. നമ്മൾ വിചാരിച്ചതിലും കൂടുതലായിട്ട് ഭാഗ്യം എന്ന് നമ്മൾ കരുതും. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, കഴിവുണ്ടായിരിക്കും. പക്ഷേ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ട അളവിൽ ചെയ്യുമ്പോഴേ അത് ബലവത്താവുകയുള്ളൂ. അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ഒരുപാട് പേർ
കൂടെ നിൽക്കണം. ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ഒരു ടീം ഗെയിമാണ്. നമ്മൾ ആരും ഒറ്റയ്ക്കൊന്നും ചെയ്യുന്നില്ല. ഇൻഡിവിജ്വൽ ഗെയിംസ് അല്ല ഇവിടെ. അല്ലേ, ഒരു 11 പേരുള്ള ഒരു ടീമിൽ ഒരാൾ മാത്രം നന്നായി കളിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ബാക്കി 10 പേരും ഫെയിലിയർ ആണെങ്കിൽ ഇയാളുടെ നന്നായി കളിച്ചതുകൊണ്ട് പോരാതെ വരും. എതിർ ടീമിലെ 11 പേരും ശക്തന്മാരായിട്ട് തിരിച്ചടിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് സെഞ്ചുറി അടിച്ചു, പക്ഷെ എന്നിട്ടും തോറ്റു. മറ്റവരാരും എതിർപക്ഷത്തിൽ ആരും സെഞ്ചുറിയൊന്നും അടിച്ചിട്ടില്ല, പക്ഷെ എല്ലാവരും ചെറിയ 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 കോൺട്രിബ്യൂഷൻസ് അവരുടെ ഭാഗത്തുനിന്ന് നടത്തി അവർ ജയിച്ചു. ഞാൻ ഒറ്റയ്ക്ക് നന്നായി കളിച്ചു. എനിക്ക് വിജയത്തിന് അർഹതയുണ്ടോ? ചിന്തിക്കുക. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെല്ലാം. ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഏത് കർമ്മത്തിൻ്റെയും ഫലം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഞാൻ ഒറ്റയ്ക്ക് അല്ല ഒരു കർമ്മവും ചെയ്യുന്നത്. എനിക്ക് മാത്രമായിട്ടിതിൽ ഫുൾ റൈറ്റ് ഇല്ല. അതാണ് മാ ഫലേഷു കദാചന കർമ്മണിയേവ അധികാരഃ തേ തേ അധികാരഃ തവ കർമ്മണി. നിന്റെ കർമ്മത്തിൽ നീ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ മാത്രമേ നിനക്ക് റൈറ്റ് ഉള്ളൂ. മറ്റവർ ചെയ്യേണ്ടത് അവർ ചെയ്യട്ടെ. എല്ലാവരും ചെയ്യേണ്ടത് അവരവര് വേണ്ട പോലെ ചെയ്തു കഴിയുമ്പോൾ എന്താണോ ഫലം ലഭിക്കുന്നത് അത് നിനക്ക് വന്നു ചേരും. ഫലമില്ലാത്ത കർമ്മമേ ഇല്ല ഈ ലോകത്ത്. ഭഗവാൻ കർമ്മങ്ങൾക്ക് ഫലമില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഫലത്തെക്കുറിച്ച് ഓവർ ആങ്ഷ്യസ് ആവണ്ട. കാരണം നീ ആങ്ഷ്യസ് ആയതുകൊണ്ട് കാര്യമില്ല. അത് വരാനുള്ളതേ വരുള്ളൂ. അതിന് ഘടകങ്ങൾ ഒരുപാടാണ്. സോ ഡോണ്ട് വറി, ഡോണ്ട് ബി ആങ്ഷ്യസ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ആ ശ്ലോകം. അല്ലാതെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ആരെങ്കിലും കർമ്മം ചെയ്യൂ? മന്ദബുദ്ധികൾ പോലും കർമ്മം ചെയ്യൂ? പ്രയോജനം അനുദ്ദിശ്യ മന്ദോപി ന പ്രവർത്തതേ. ഒരു പ്രയോജനം കാണാതെ മന്ദബുദ്ധികൾ പോലും പ്രവർത്തിക്കുകയില്ല. അപ്പൊ പിന്നെ വിവേക ബുദ്ധിയുള്ള നല്ല ബുദ്ധിമാന്മാരെന്ന് കരുതുന്നവര് പ്രയോജനമില്ലാതെ പ്രവർത്തിയെടുക്കാൻ തയ്യാറാവോ? അതുകൊണ്ട് കർമ്മബലത്തിൽ എന്താ പറയുക, അത് വേണം. ലക്ഷ്യം ബോധം വേണം. ലക്ഷ്യബോധമില്ലാതെ ചെയ്യരുത് ഒരു കാര്യവും. ഉദ്ദേശ്യമില്ലാതെ ഒരു കാര്യവും ചെയ്യരുത്, എവിടെയും എത്തില്ല. അതുകൊണ്ട് കർമ്മഫലം ഇന്നതായിരിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി വേണം ഒരു കർമ്മം ആരംഭിക്കാൻ തന്നെ. പക്ഷെ ആ കർമ്മഫലം ഞാൻ വിചാരിച്ച പോലെ പൂർണ്ണമായും എനിക്ക് വന്നു ചേരുമെന്നുള്ളത് എന്റെ കയ്യിലല്ല, അതിലെനിക്ക് അധികാരമില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ചെയ്യേണ്ടത്. ആ അറിവാണ് അവിടെ വേണ്ടത്. അതാണ് മാ ഫലേഷു കദാചന. അപ്പോ ഇവിടെയും കിം ഫലം ചോദിക്കണം. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും എന്താണ് അതിന്റെ പ്രയോജനം? എനിക്ക് നേരിട്ട് പ്രയോജനമില്ലെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണം. എനിക്ക് പ്രയോജനം വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ എൻ്റെ കയ്യിൽ കഴിവുണ്ട്, എൻ്റെ കയ്യിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെറുത് ചെയ്താൽ ഒരുപാട് പേർക്ക് വലിയ പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളുണ്ടാവാം. അപ്പോഴും ഞാൻ ചോദിക്കരുത് എനിക്കെന്ത് പ്രയോജനം എന്ന്. ഞാനിപ്പോ അവരെയൊക്കെ നന്നാക്കിയിട്ട് എനിക്കെന്ത് കാര്യം? ഇങ്ങനെ ചോദിക്കുന്ന മൂഢന്മാരുണ്ട്. സ്വാർത്ഥർ എന്ന മൂഢൻ. നിങ്ങളുടെ കയ്യിൽ എല്ലാ സാമഗ്രികളുണ്ട്, എല്ലാ കഴിവുണ്ട്, എല്ലാ സാഹചര്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് പേർക്ക് വലിയ പ്രയോജനങ്ങളുണ്ട്. നിങ്ങൾക്കതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലതാനും. അങ്ങനെയായാൽ പ്രവർത്തിക്കണ്ടേ? പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഉത്തമം.
അപ്പൊ കിം ബലം എന്നുള്ളത് ഫലം ആർക്കോ കിട്ടിക്കോട്ടെ, പക്ഷെ ബലം ഉണ്ടാവണം. എന്താണ് പ്രയോജനം? ആർക്കാണ് പ്രയോജനം? എത്ര പ്രയോജനം കിട്ടും? നമ്മൾ അധ്വാനിക്കുന്നതിന്റെ അനുസരിച്ച് പ്രയോജനം ആർക്കെങ്കിലും കിട്ടുമോ? ഇതൊക്കെ ചോദിക്കാം. കുറേ അധ്വാനിച്ചിട്ട് നിസ്സാരമായിട്ടുള്ളൊരു ഫലേ കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ നമ്മൾ ആരെങ്കിലും പ്രയത്നിക്കേണ്ട കാര്യമുണ്ടോ? കുറേ അധ്വാനിക്കണം, എന്നിട്ട് കിട്ടുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കടുകുമണിയോളം പോകുന്നൊരു പ്രയോജനം. അതിൽ പ്രവർത്തിക്കണം എന്ന് നിർബന്ധമില്ല. അതിനേക്കാൾ വർത്തിയായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ടൈമും എനർജിയും ദ്രവ്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം. അത് വിവേകം, അത് വേണം. ഒരു കടുകുമണിയോളമുള്ള പ്രയോജനത്തിന് മലയോളം ദ്രവ്യങ്ങളും അത്രയും അധ്വാനവും അത്രയും സമയവും മെനക്കെടുന്നത് അത്യന്ത മൂഢത്വമാണ്. ഇതെല്ലാം ചിന്തിച്ചു തന്നെ വേണം ഏത് കാര്യങ്ങളും ചെയ്യാനായിക്കൊണ്ട്. അപ്പൊ ഫലത്തെക്കുറിച്ചിട്ടുള്ള ചിന്ത ഏത് കർമ്മത്തിന് മുമ്പും വേണം. അറിഞ്ഞോളൂ. ഭഗവത്ഗീതയെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരൊക്കെ മനസ്സിലാക്കിക്കോളൂ. ഭഗവത്ഗീതയിൽ ഫലത്തെ നിഷേധിച്ചിട്ടില്ല, കർമ്മഫലങ്ങളെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ കർമ്മഫലം നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് ഏത് കാര്യത്തിലും അതെ, ഏത് കാര്യം എടുത്താലും അതെ. അതിന്റെ ഫലം പൂർണ്ണമായി നിശ്ചയിക്കാൻ ആർക്കും സാമർഥ്യമില്ല. അതിപ്പോ എത്ര സകാമമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിലും ശരി. എനിക്കൊരു കുട്ടി ഉണ്ടാവണം, എനിക്കൊരു കുട്ടി ഉണ്ടാവണം, എനിക്കൊരു കുട്ടി ഉണ്ടാവണം എന്ന് തീവ്രമായ ആശയുള്ള അച്ഛനും അമ്മയും കൂടി എത്ര തന്നെ എന്തെല്ലാം അധ്വാനിച്ചാലും കുട്ടി ഉണ്ടാവുന്നില്ലെങ്കിൽ അവർ പ്രയത്നിക്കാത്തത് കൊണ്ടാണോ? പ്രയത്നിക്കാത്തത് കൊണ്ടല്ല, അർഹതയില്ലാത്തത് കൊണ്ടാണ്. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ടെന്ന കാലത്ത് അല്ലേ? പ്രജനന സാമർഥ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ട്രീറ്റ്മെന്റുകളുണ്ട്. അതിനൊക്കെ വിധേയരായി എന്നിട്ടും ഉണ്ടാവുന്നില്ലെങ്കിലോ അർഹതയില്ല എന്നർത്ഥം. എന്ന് വെച്ച് പ്രയത്നിക്കാതിരിക്കണ്ട. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഫലപ്രാപ്തിക്കായിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വേണ്ട രീതിയിൽ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക. ബലം വേണ്ടവർ ബലത്തിന് വേണ്ടി ചെയ്യുക. ആധ്യാത്മികമായ ഉയർച്ച വേണ്ടവർ, അന്ധക്കരണ ശുദ്ധി വേണ്ടവർ ഫലത്തിൽ ആസക്തിയില്ലാതെ ഇത് തന്റെ കർത്തവ്യമാണ്, ഇത് താൻ ചെയ്യേണ്ടതാണ്, ഇതിന്റെ ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും, ഇതിന്റെ ഫലം മറ്റൊരാൾക്ക് കിട്ടിയാലും, ഇപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിലും വരും തലമുറകൾക്ക് കിട്ടിയാലും മതി. എന്റെ കാലത്തുള്ള ആളുകൾക്ക് കിട്ടില്ല ചില കാര്യങ്ങളുടെ ഫലം. നമ്മുടെയൊക്കെ മുത്തശ്ശന്മാര് അവരുടെ വയസ്സുകാലത്ത് പല മരങ്ങളും വെച്ച് പിടിപ്പിച്ചു, ചെടികൾ വെച്ച് പിടിപ്പിച്ചു. അവർ ശ്രദ്ധ കാണിച്ചു. അവരൊരു മാങ്ങ ഭക്ഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിത്ത് കളയാതെ സൂക്ഷിച്ച് അതിനെ വേണ്ട പോലെ പാകപ്പെടുത്തി അതിനെ സമയമാകുമ്പോൾ കൊണ്ടുപോയി മുളപ്പിച്ച് അതിനെ ഫലവൃക്ഷമാക്കി മാറ്റാൻ അവർ ശുശ്രൂഷിക്കും. അതിന്റെ പഴം അവർ തിന്നെന്ന് പറഞ്ഞിട്ടല്ല. നമ്മുടെ മുത്തശ്ശന്മാർ എത്രയോ വൃക്ഷങ്ങൾ അങ്ങനെ വെച്ചു. തെങ്ങ് വെച്ചു, അല്ലെ, പുളി വെച്ചു, പ്ലാവ് വെച്ചു, എല്ലാ വൃക്ഷങ്ങളും അവർ വെച്ച് പിടിപ്പിച്ചു. അവരൊന്നും അത് അനുഭവിച്ചില്ല എന്ന് വെച്ചിട്ട് അവർ വെക്കാതിരുന്നോ? ഇതിന്റെ ഫലം എനിക്കിപ്പോൾ കിട്ടാൻ പോകുന്നില്ല. 80 വയസ്സുള്ള ഒരാള് ഒരു തേക്ക് മരം കൊണ്ടുപോയിട്ട് ആ 80-ാം വയസ്സിൽ വെച്ചാൽ അയാള് 100 വയസ്സ് കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന അയാൾക്ക് ഉറപ്പുണ്ടോ? ഒരു തേക്ക് മരം അത് പാകമായി വരാൻ ചുരുങ്ങിയത് 20 വർഷമെങ്കിലും എടുക്കും. എന്നിട്ടും അയാൾ വെക്കുന്നില്ലേ? അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം നമുക്ക് മാത്രം കിട്ടണം എന്നുള്ളത് വേണ്ട. അത് വിഡ്ഢിത്തരമാണ്, അത് മൂഢത്തരമാണ്. അങ്ങനെ നമ്മുടെ പൂർവികരൊക്കെ കരുതിയിരുന്നെങ്കിൽ നമ്മളിപ്പോ പട്ടിണിയായേനെ. നമ്മൾ ജീവനോടെ ഉണ്ടാവുകയില്ല. കാരണം
ശ്വസിക്കാനുള്ള വായുവോ കുടിക്കാനുള്ള വെള്ളമോ കഴിക്കാനുള്ള ഭക്ഷണമോ ആർക്കും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പൂർവികര് അങ്ങനെ കരുതി. ഇന്ന് ഒട്ടും ദീർഘവീക്ഷണമില്ല, സ്വാർത്ഥതയിൽ മാത്രം കേന്ദ്രീകൃതമാണ് ഓരോ വളർന്നു വരുന്ന കുട്ടികളുടെയും ജീവിതം. ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറല്ല, ഞാൻ വിവാഹം കഴിച്ചാൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണ്. ഇതാണ് ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളും TV ചാനലുകളിലുമൊക്കെ ചർച്ചകളുമൊക്കെ പഠിപ്പിക്കുന്നത്. കുട്ടികളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഊട്ടി ഉറപ്പിക്കുകയാണ്. അതിൻ്റെയൊക്കെ പുറകിൽ അജണ്ടയുണ്ട്. അതിന്റെ പുറകിലുള്ള അജണ്ട എന്താണ്? ഇത് കേട്ടിട്ട് അതനുസരിക്കുന്ന വിഡ്ഢികൾ ഹൈന്ദവ സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ചിന്ത, ഈ സ്വതന്ത്ര ചിന്ത, ഈ സെൽഫിഷ് ചിന്ത, അത് ആരുടെ ഉള്ളിലേക്കാണ് കടത്തിവിടുന്നത്? അത് ഹിന്ദു കുട്ടികളുടെ ഉള്ളിലേക്ക് മാത്രമേ ഉള്ളൂ. മറ്റവർക്ക് ഇത് കേട്ടാലും ഉള്ളിലേക്ക് ഇറങ്ങില്ല. കാരണം അവർക്ക് അതിന് മതപഠനം ഉണ്ട്. അവരുടെ മദ്രസകളിലൊക്കെ നല്ലോണം ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ മാറ്റാൻ ആർക്കും ആവില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പുതിയ ചിന്തകളും പെനിട്രേറ്റ് ചെയ്യില്ല. അത്രയും അവര് കവചം കൊണ്ട് ആവൃതരാണ്, അവരുടെ മതപഠനമാകുന്ന കവചം. ഈ സിനിമകളും സീരിയലുകളും ഇപ്പോഴത്തെ പലതരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മാധ്യമങ്ങളിലുള്ള ഓരോ തരത്തിലുള്ള അവതരണങ്ങളും ഇതെല്ലാം തന്നെ ഹൈന്ദവ സമൂഹത്തെ നശിപ്പിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയണം. ഓരോന്നിൻ്റെയും പുറകിലുള്ള അജണ്ട നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അല്പം ചിന്തിച്ചാൽ. അപ്പൊ ഇവിടെ ജനസംഖ്യ കുറഞ്ഞാലേ അവിടെ ജനസംഖ്യ കൂടുന്നതിന് അനുസരിച്ച് വേഗത കൂടുള്ളൂ. ഭൂരിപക്ഷമാകാനുള്ള കാലം കുറച്ച് മതി. മറ്റത് ഇവിടെയും ഒപ്പം പാരലായിട്ട് ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അവർക്ക് ഉദ്ദേശിച്ച പേസിൽ വളരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ താഴവും വേണം, അവിടെ പൊങ്ങും വേണം. എങ്കിലേ ബാലൻസ് ആവാനും മുന്നോട്ട് വരാനും പിടിച്ചടക്കാനും സാധിക്കുള്ളൂ. അങ്ങനെ അവർ പിടിച്ചടക്കി കഴിയുമ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ വായ മൂടും. പിന്നെ ഒന്നും പറയാനില്ല. ഈ മാധ്യമങ്ങളെ കാണില്ല. പിന്നെ ചർച്ച ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പിന്നെ സിനിമകൾ ഉണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ സ്വാതന്ത്ര്യമൊന്നും ആർക്കും ഉണ്ടാവില്ല. ചിന്തിക്കുക, ചിന്തിക്കുക, ചിന്തിപ്പിക്കുക. കുട്ടികളെ ചിന്തിപ്പിക്കുക. അപ്പോ ഫലമില്ലാതെ ഒരു കർമ്മവും ഇല്ല. ഫലത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. ആ ഫലം നമുക്ക് കിട്ടും എന്ന് ഗ്യാരണ്ടി ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. അതിൽ നിങ്ങൾ ആസക്തരായിട്ട് വേണ്ട ചെയ്യാനായിട്ട്. ഇനിയിപ്പോ എനിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ എന്ന ചിന്തയും പാടില്ല. എന്റെ കർത്തവ്യം, എന്റെ ധർമ്മം ഞാൻ ചെയ്യുന്നു. ഇതിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്ക് കിട്ടേണ്ടത് എന്റെ കർമ്മഫലം ഈശ്വരൻ നൽകിയിരിക്കും. അതിപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിൽ. അങ്ങനെ ഈ ഒരു വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടായിരിക്കുക. എല്ലാ കർമ്മത്തിനും അതിന്റെ ഫലമുണ്ട്. ഇമ്മീഡിയറ്റ് നമ്മൾക്ക് പ്രത്യക്ഷമായിട്ട് കിട്ടിയില്ലെങ്കിലും പരോക്ഷമായിട്ട് കിട്ടും. അതിൽ വിശ്വാസം ഉണ്ടായിരിക്കുക. എല്ലാം പ്രത്യക്ഷത്തിൽ വേണമെന്ന് പറയാൻ വാശി പിടിക്കാതിരിക്കുക. അതാണ് നമ്മുടെ പൂർവികര് പഠിപ്പിച്ചിരുന്നത്. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ധർമ്മം ചെയ്യുക, അത് ഈശ്വരൻ കാണുന്നുണ്ട്, എല്ലാവർക്കും അവരവരുടെ കർമ്മത്തിന്റെ ഫലം കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട് എന്ന് പഠിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും പ്രപഞ്ച നിയമം ഓരോരുത്തരും ചെയ്ത കർമ്മത്തിന്റെ ഫലം അവനവന് ലഭിക്കും. അത് എപ്പോ ഏത് രൂപത്തിൽ എന്നുള്ളത് പ്രത്യക്ഷത്തിൽ അറിയില്ല. ചിന്തിച്ച് ഉറപ്പിക്കുക.
കിം ഫലം കസ്യ ചോദ്ദേശഃ. കസ്യ ഉദ്ദേശഃ, ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, ആരുടെ നേരെയാണ് ഈ ചെയ്യുന്ന കർമ്മം? വെച്ചാൽ ഇന്ദ്രയാഗമാണല്ലോ. അപ്പോ ഭഗവാൻ ഇന്ദ്രനെ അറിയാത്ത പോലെ ഏത് ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്? ആരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കർമ്മം ചെയ്യാൻ പോകുന്നത്? മഗഹ കേനവാ സാധ്യതേ, നിങ്ങൾ ചെയ്യുന്ന ഈ മഗഹ എന്ന് പറഞ്ഞാൽ യാഗഹ, യജ്ഞ, ഈ യജ്ഞം കേന എന്ന് പറഞ്ഞാൽ ആരാൽ, ഇതിന് ഇൻസ്ട്രുമെന്റ്സ് ആവുന്നത്, ഇതിന് നിമിത്തമാകുന്ന കർമ്മികൾ, പരികർമ്മികൾ, പുരോഹിതന്മാർ ആരാണ്, ആരാൽ സാധിക്കപ്പെടുന്നു? സാധ്യതേ, ഹു ഈസ് ഗോയിങ് ടു ഡു ദിസ്, അതാണ് കേനവാ സാധ്യതേ. അപ്പോ ചെയ്യുന്ന അധികാരി, ഈ യാഗങ്ങൾ ചെയ്യുന്ന അധികാരി ആരാണ്? ഇനി കേനവാ എന്നുള്ളതിന് കേന ദ്രവ്യേണ, ഏത് ദ്രവ്യം കൊണ്ടാണ് സാധിക്കേണ്ടത് എന്നും കൂടി അർത്ഥം. എന്തെല്ലാം ദ്രവ്യങ്ങളെ കൊണ്ടാണ് ഇത് സാധിക്കേണ്ടത്? അതുപോലെ കേന പുരോഹിതേന, കേന കർമ്മിണ എന്ന് കേന എന്നുള്ളത് രണ്ടർത്ഥത്തിലും. അപ്പോ കസ്യ എന്നുള്ളത് ഏത് ദേവതയെ ഉദ്ദേശിച്ചിട്ടാണ്, ആരാണ് ചെയ്യുന്നത്, എന്ത് ദ്രവ്യങ്ങളെ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ ഈ പരിശ്രമം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിപ്പിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇതെല്ലാം ചിന്തിക്കണം. ചിന്തിക്കാതെ ചെയ്യുന്നതാണ് അന്ധത. അത് തന്നെയാണ് പിന്നീട് അന്ധവിശ്വാസം എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ കഥ്യതാം മേ പിതഃ കോയം സംഭ്രമോ വൗപാഗതഃ കിം ഫലം കസ്യ ചോദ്ദേശഃ കേന വാ സാധ്യതേ മഗഃ ഏതദ്ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിതഃ നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ ഏതദ്ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിതഃ നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ. മഹാൻ കാമഃ ദൃശ്യത്തെ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ആഗ്രഹമുണ്ട്, എന്തിനെക്കുറിച്ച് അറിയാനായിക്കൊണ്ട്. പിതഃ, അല്ലയോ പിതാവേ, ശുശ്രൂഷവേ മഹ്യം ഏതത് ബ്രൂഹി. ശുശ്രൂഷവേ മഹ്യം, ശുശ്രൂഷുവായ, ശ്രോതുമിച്ചു കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹമുള്ളവനായ, അറിയാൻ ആഗ്രഹമുള്ളവനായ മഹ്യം, എന്നോടായിക്കൊണ്ട്, എനിക്കായിക്കൊണ്ട്, ഏതത് ബ്രൂഹി, ഇതിനെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നൽകൂ. ഇഹ സർവാത്മനാം സാധൂനാം കൃത്യം ഗോപ്യം നഹി. ഇഹ, ഈ ലോകത്തില് സർവാത്മനാം സാധൂനാം, സർവത്തിലും ആത്മബുദ്ധിയുള്ളവരായ സാധുക്കൾക്ക്, സജ്ജനങ്ങൾക്ക് കൃത്യം, ഏത് കൃത്യവും ഗോപ്യം നഹി, രഹസ്യമാക്കി ചെയ്യാനില്ല. ഇവിടെ ഗൂഢമായി രഹസ്യമായി ചെയ്യേണ്ടതില്ല. ആർക്ക്? സജ്ജനങ്ങൾക്ക്. സജ്ജനങ്ങളെല്ലാം മറ്റുള്ളവർക്കും മാതൃകയായി, മറ്റുള്ളവർക്കും കാണിച്ചുകൊണ്ട്, എല്ലാവരെയും അറിയിച്ചുകൊണ്ടാണ് ചെയ്യുക. ഇതാ ഭഗവാൻ നമുക്ക് തരുന്ന സന്ദേശമാണ്. എന്താണ്? സജ്ജനങ്ങൾക്ക് ആരിൽ നിന്നും ഒന്നും മറച്ചു വെക്കാനില്ല. എല്ലാവർക്കും നമ്മൾക്ക് കിട്ടുന്ന നന്മ മറ്റുള്ളവർക്കും കിട്ടട്ടെ, അവരും ഇത് കണ്ട് പഠിച്ച് ഇത് തന്നെ അനുകരിച്ച് ചെയ്യട്ടെ, എന്നിട്ട് അവർക്കും ഫലം കിട്ടട്ടെ എന്ന് കരുതുന്നവരാണ് സജ്ജനങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരെ ഒരു കാര്യത്തിലും പേറ്റന്റ് എടുത്തു വെച്ചില്ല, അല്ലേ? ഇത് ഞങ്ങളുടെ കണ്ടുപിടുത്തമാണ്, ഇത് വേറൊരാൾക്കും അനുകരിച്ചുകൂടാ എന്ന് പറഞ്ഞ് അതിന് മുദ്ര, പേറ്റന്റ് മുദ്ര പതിപ്പിക്കുക, അവകാശം. അതുണ്ടായിരുന്നില്ല നമ്മുടെ പൂർവികർക്ക്. അതൊക്കെ വൈദേശിക സംസ്കാരമാണ്. ഏതെങ്കിലും ഒരു അറിവ് ഒരാൾ നേടിക്കഴിഞ്ഞാൽ ആ അറിവിന് വില പറയുക മറ്റുള്ളവരോട്. കോപ്പിറൈറ്റ്. നമ്മുടെ പൂർവികരുടെ ഗ്രന്ഥങ്ങളെല്ലാം എല്ലാവർക്കും പ്രകാശിപ്പിക്കാം, അതിൽ കോപ്പിറൈറ്റ് ഒന്നുമില്ല. ഇന്നത്തെ തലമുറയിലുള്ള ആളുകളൊക്കെ അവര് എന്തിറക്കുമ്പോഴും കോപ്പിറൈറ്റോട് കൂടിയിട്ടാണ്. സങ്കുചിത ചിന്തയാണത്.
നമ്മുടെ ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം വിദേശത്ത് കൊണ്ടുപോയിട്ട് അവിടെ കോപ്പിറൈറ്റ് നേടുന്നുണ്ട് അവര്. ഇവിടുത്തുള്ള പല ദ്രവ്യങ്ങൾക്കും പേറ്റന്റ് അവര് നേടിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അവർക്ക് കാശ് കൊടുത്തിട്ട് വേണ്ടി വരും നമ്മുടെ ഇവിടെയുള്ള പല സാധനങ്ങളും ഉപയോഗിക്കാൻ. നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഇഞ്ചിയും മഞ്ഞളും ചുക്കും ചുണ്ണാമ്പും അത് ഉപയോഗിക്കണമെങ്കിൽ അമേരിക്കക്കാർക്ക് അതിനുള്ള പേറ്റന്റിനുള്ള ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ പുതിയ സ്വാർത്ഥ സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. മനുഷ്യരുടെ ജീവിതം വളരെ ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും സജ്ജനങ്ങൾക്ക് എല്ലാവരിലും ആത്മബുദ്ധിയുള്ളത് കൊണ്ട് എല്ലാവരും നല്ലവരാവട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, സർവേ ഭവന്തു സുഖിനഃ എന്ന് കരുതുന്നത് കൊണ്ട് മറച്ചു വെക്കാനൊന്നുമില്ലല്ലോ. അതാണ് ഭഗവാൻ പറയുന്നത്. തീർച്ചയായിട്ടും സജ്ജനങ്ങൾ അങ്ങനെ ആയിരിക്കണം. തങ്ങളോട് ജിജ്ഞാസാപൂർവം ഏതെങ്കിലും കാര്യം ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് വ്യക്തത വരുത്തി കൊടുക്കാൻ കഴിയണം. കഴിയില്ലെങ്കിൽ അറിയില്ല എന്ന് തുറന്ന് പറയാനും കഴിയണം. എന്നിട്ട് അറിവുള്ളവർ ഇന്നവർക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയുണ്ട്, അവരുടെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് അവരെ പ്രേരിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയി ചോദിച്ച് അറിഞ്ഞ് പറഞ്ഞു കൊടുക്കാം. നമുക്ക് സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാത്ത കാര്യം അറിവുള്ളവരോട് ചോദിച്ച് അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മളോട് സംശയം ചോദിച്ചവർക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാട്ടോ, ഇപ്പം എനിക്ക് അറിവില്ല, അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ല, എൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഇന്നവരോട് ചോദിച്ചിട്ട് ഞാൻ പറയാം, അതിൽ വിദഗ്ധന്മാർ ഇന്നവരുണ്ട്. ഇതാണ് മര്യാദ. എല്ലാവർക്കും വേണ്ട മര്യാദയുള്ളത്. അല്ലാതെ ഈഗോ കൊണ്ട് എനിക്കെല്ലാം അറിയാം പക്ഷെ ഞാനൊന്നും പറയില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. എല്ലാം അറിയുന്നവരായിട്ട് ആരുമില്ല ഈ ലോകത്ത്. പ്രത്യേകിച്ച് നമ്മുടെ സനാതനധർമ്മത്തിലെ വിവിധങ്ങളായ ദർശനങ്ങളും വിവിധങ്ങളായ ഉപാസനാ പദ്ധതികളും എത്രയാണ് പരന്നു കിടക്കുന്നത്, സാഗരത്തേക്കാൾ വിപുലം. അപ്പൊ ഇതിലെല്ലാ സംശയങ്ങളും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരുവിനും സാധിക്കില്ല. ചിലർക്ക് ചില സാമർഥ്യം ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ചില സാമർഥ്യം കുറയും. ഇപ്പൊ കർമ്മകാര്യങ്ങളില് എക്സ്പീരിയൻസ് ഉള്ള, എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളോട് വേണം കർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള, എന്ന് വെച്ചാൽ പൂജാവിധികളും യാഗയജ്ഞങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ജ്ഞാനകാര്യങ്ങളിൽ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ളവരോട് വേണം ആ വിഷയങ്ങൾ ചോദിക്കാൻ. അതുപോലെ തന്നെ യോഗം, തന്ത്രം, അല്ലെ, മന്ത്രശാസ്ത്രം, ഇങ്ങനെ പല 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 ശാഖകളുണ്ട്. ഇതിൽ ഓരോന്നിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഡോക്ടർമാരിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരില്ലേ, അതിൽ ഏതെങ്കിലും ഒരു കാര്യം എല്ലാവരോടും ചോദിച്ചാൽ എല്ലാവരും പറഞ്ഞു തരുമോ? അവർ പറയും ഇന്ന സ്പെഷ്യലിസ്റ്റിനോട് പോയി ചോദിക്കൂ. ഞങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ, ഞങ്ങൾ ഹ്യൂമൻ അനാട്ടമി മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് ഇന്ന കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇന്ന ആളുകളോട് ചോദിക്കുക, ഇന്ന സ്പെഷ്യലിസ്റ്റിനോട് ചോദിക്കുക എന്ന് പറയാറുണ്ട്. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അതേ പ്രശ്നം തന്നെ ഇവിടെയുള്ളൂ. നമ്മുടെ സനാതന ധർമ്മത്തിലും ആധ്യാത്മിക ഉപദേശങ്ങൾ ചോദിക്കുന്നവരോട് നമുക്കും പറയാൻ അത്ര തന്നെ. നിങ്ങൾ ചോദിക്കുന്ന വിഷയം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം, എൻ്റെ വിഷയമല്ലെങ്കിൽ, ഞാൻ പഠിക്കാത്ത വിഷയമാണെങ്കിൽ അത് ഇന്നവരോട് പോയി ചോദിക്കാം എന്ന് പറയാം. അതെല്ലാവർക്കും ബാധകമാണ്. ഇപ്പൊ ഏതദ്ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷപേപിതഃ നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ. സാധുക്കൾക്ക് ഒന്നും മറച്ചു വെക്കാൻ, രഹസ്യമാക്കി വെക്കാൻ ഇല്ലല്ലോ. അതുകൊണ്ട് സാധുക്കളായ നിങ്ങൾ, ശുശ്രൂഷുവായ എന്നെ പോലെയുള്ള ശിഷ്യന്മാർക്ക് പറഞ്ഞു തരണം. നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അസ്തസ്വപരദൃഷ്ടീനാം അമിത്രോദാസ്ത വിദ്വിഷാം ഉദാസീനോ അരിവത് വർജ്യഃ ആത്മവത് സുഹൃദുച്യതേ. അസ്തസ്വപരദൃഷ്ടീനാം അമിത്രോദാസ്ത വിദ്വിഷാം
ഉദാസീനോരിവത് വർജ ആത്മവത് സുഹൃതുച്യത്തെ. ഇനി ചില രഹസ്യങ്ങൾ എല്ലാവരോടും പറയാൻ പാടില്ല, അങ്ങനെയുണ്ട് നിയമങ്ങൾ. അപ്പൊ അതിനും ഭഗവാൻ പറയുന്നുണ്ട്, ആരോട് പറയാം ആരോട് പറയരുത്. അസ്ത സ്വപര ദൃഷ്ടീന. അസ്തം എന്ന് പറഞ്ഞാല് ഉപേക്ഷിച്ചത്, വലിച്ചെറിഞ്ഞത് ആണ് അസ്തമിച്ചത്. എന്ത്? സ്വകീയം പരകീയം എന്നുള്ള ദൃഷ്ടി ഇല്ലാതെ ആയവ, എന്റേത് എന്റേതല്ലാത്തത് എന്നുള്ള ചിന്തയില്ലാത്ത, എല്ലാവരെയും ഒരുപോലെ കാണുന്ന സർവാത്മഭാവത്തോടു കൂടിയവർ, എല്ലാവരെയും സ്വകീയന്മാരായി കാണുന്നവർ. അതാണ് അസ്ത സ്വപര ദൃഷ്ടികൾ. സ്വകീയം പരകീയം എന്ന ദൃഷ്ടിയില്ലാത്തവരും. അമിത്രോദാസ്ത വിദ്വിഷാം. മിത്രം ഉദാസ്തൻ വിദ്വിട്ട്, അത് ആ ഭാവം ഇല്ലാത്തതെന്ന് കാണാനാണ് അ എന്നുള്ള പ്രിഫിക്സ് ചേർത്തിരിക്കുന്നത്. അമിത്ര ഉദാസീന വിദ്വിഷാം എന്നുള്ളത് ഒന്നിച്ച് സമാസിച്ചു. അമിത്ര എന്ന് പറഞ്ഞാലോ, അല്ല, മിത്രം എന്ന് പറഞ്ഞാൽ ആരാണ്? ബന്ധു. ഉദാസ്തൻ എന്ന് പറഞ്ഞാൽ ഉദാസീനൻ, മുകളിലിരിക്കുന്നവൻ. ഉദാസീനൻ, ഒന്നിലും താല്പര്യമില്ലാത്തവൻ. വിദ്വിട്ട് എന്ന് പറഞ്ഞാലോ ശത്രു, ദ്വേഷിക്കുന്നവൻ. ഈ ഭാവം ഇല്ലാത്തവനാണ് അമിത്രോദാസ്ത വിദ്വിഷ. ആരോടും രാഗദ്വേഷങ്ങളോ, ഉദാസീനനോട് പോലും യാതൊരു തരത്തിലുള്ള അകൽച്ചയോ ഇല്ലാതെ എല്ലാവരെയും സമന്മാരായി കാണുന്ന സജ്ജനങ്ങൾക്ക് രഹസ്യമായിട്ടൊന്നുമില്ല. അവരോട് ആര് ചോദിച്ചാലും അവർ ഉത്തരം പറയും. എന്നാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൂടാ. അതാണ് ഉദാസീന അരിവത് വർജ എന്ന് വെച്ചാൽ അരി വർജ ഏവ. ഇങ്ങനെ ഭേദഭാവന ഇല്ലെങ്കിൽ പോലും ശത്രുക്കളോട് എല്ലാ കാര്യവും പറയരുത്. ശത്രുക്കളോട് പറയരുത് എന്ന് മാത്രമല്ല, ഉദാസീന അപി അരിവത് വർജ്യ, ഉദാസീനനോടും പറയരുത്. ഉദാസീനൻ എന്ന് പറഞ്ഞാല് ഒന്നിലും താല്പര്യമില്ലാത്ത ഒരാള്, ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാള്, അയാളോട് പോയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പാടില്ല, രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ല. അങ്ങനെയുള്ളവര് എന്ത് ചെയ്യും? എല്ലാരോടും നമ്മുടെ എന്താ പറയുക, ഈ പരിപാടിയെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ അവരോടും പോയിട്ട് പറയും ഉദാസീനന്മാര്. ശത്രുക്കളോട് പറഞ്ഞാൽ നമ്മുടെ പദ്ധതിക്ക് തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. ചില കാര്യങ്ങൾ ശത്രുക്കളോട് പറഞ്ഞാൽ തടസ്സമുണ്ടാകുന്നുള്ളത് പറയരുത്. ഇനി ശത്രുക്കളോട് പറയാൻ സാധ്യതയുള്ളവരാണ് ഉദാസീനന്മാര്. അതിന് എന്താ പറയുക, നിസ്സാരമായി പറയുകയും ചെയ്യും, ധിക്കരിച്ചു പറയുകയും ചെയ്യും ഉദാസീനന്മാര്. അപ്പൊ ഉദാസീനന്മാരെയും വർജിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ഇത് രണ്ടിലും പെടില്ല, ഞാൻ ഉദാസീനനുമല്ല. ഇപ്പൊ ഇവിടെ എത്രയോ ഉദാസീനന്മാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ ഉദാസീനന്മാരാണ് കൂടുതൽ. എല്ലാ കാര്യത്തിലും ഉദാസീനന്മാരാണ്. ആരെന്ത് കൊള്ളരുതായ്മ ചെയ്താലും അതിലിപ്പോ എനിക്കെന്ത് കാര്യം? എനിക്കിപ്പോ നേരിട്ടിപ്പോ നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ വീട്ടിലേക്കൊന്നും അവര് കയറി വരുന്നില്ലല്ലോ. അവര് മുനമ്പത്തല്ലേ, എന്റെ വീട്ടിൽ വരുമ്പോ നോക്കാം അല്ലേ? ഇതാണ് ഉദാസീന ഭാവം. ഇന്ന് മുനമ്പം, നാളെ ചാവക്കാട്, ഗുരുവായൂര്, തളിപ്പറമ്പ് രാജരാജേശ്വരൻ, നൂറണി, കൽപ്പാത്തി, വടക്കന്തറ. അവര് ലിസ്റ്റ് പുറത്തേക്ക് വിടണേ ഉള്ളൂ, വരുന്നേ ഉള്ളൂ. എപ്പോഴാണ് നമ്മുടെ വീട്ടിന്റെ ചുറ്റും വന്ന് ചങ്ങല വലിക്കാൻ പോകുന്നത്, ബോർഡ് വെക്കാൻ പോകുന്നത് അറിയില്ല, രഹസ്യമാണ്. അപ്പൊ ശത്രുക്കളെല്ലാം രഹസ്യമാക്കിയാ വെച്ചിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഉദാസീനത.
നമ്മൾ ഹിന്ദുക്കള് എല്ലാ കാര്യത്തിലും ഉദാസീനരാണ്, മതനിരപേക്ഷരാണ്. ഈ മതനിരപേക്ഷത പറഞ്ഞാണ് നമ്മൾ ഷണ്ടന്മാരായി മാറിയത്. ഒരു ശക്തിയുമില്ലാത്തവരായി മാറി, ഒന്നിനും കൊള്ളാത്തവരായി മാറി. സ്വന്തം മതത്തെ ആര് എന്ത് പരിഹസിച്ചാലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരായി മാറി. ഉദാസീനന്മാര്. ഞാൻ കേമനാണ്, ഞാൻ ഉദാസീനനാണ്, ഞാൻ ന്യൂട്രലാണ്. ഇത് അഭിനയിക്കാൻ വലിയ ഇഷ്ടമാണ്. എന്നിട്ട് വീട്ടിനകത്തിരുന്ന് പെറുപെറുക്കുകയും ചെയ്യും. ഭാര്യയോടും മക്കളോടും ഒക്കെ ചർച്ച ചെയ്യും. പുറത്തിറങ്ങി ചർച്ച ചെയ്യാൻ ധൈര്യമില്ല. അപ്പൊ അതാണ്. അതുകൊണ്ട് ഉദാസീനന്മാരോടും പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട ആവശ്യമില്ല എന്നാ പറയണ ഭഗവാൻ. ഉദാസീന അരിവത് വർജ്യ. എന്നാൽ സുഹൃത് ആത്മവത് ഉച്യത്തെ. സുഹൃത്ത് എന്ന് വെച്ചാൽ വെൽവിഷ, നമുക്ക് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആള് ആത്മവത്, അവനവനെ പോലെ തന്നെ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഉച്യത്തെ, കരുതണം. അപ്പൊ ഇവിടെ ഞാനോ, ഞാൻ അച്ഛന്റെ മകനല്ലേ, അച്ഛന്റെ ആത്മാവ് തന്നെയല്ലേ, അച്ഛൻ തന്നെയല്ലേ ഞാനായിരിക്കുന്നത്. ഞാൻ അച്ഛന്റെ വെൽവിഷറും അച്ഛൻ എന്റെ വെൽവിഷറും അല്ലേ. അപ്പൊ നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ പാടുള്ളതാണോ? ഞാൻ ഉദാസീനനുമല്ല, ശത്രുവുമല്ല. ഞാൻ നിങ്ങളുടെ ഈ പരിപാടിയെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് പരിഹസിക്കാനോ നിന്ദിക്കാനോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്കിതിൽ താല്പര്യമുണ്ട്. അതുകൊണ്ട് എന്നോട് എല്ലാ രഹസ്യങ്ങളും പറയാം എന്ന്. ലൗകികങ്ങളായ ന്യായങ്ങളാണിതെല്ലാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആരോട് എന്ത് പറയണം എന്ന് വകതിരിവുണ്ടാവണം. നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആളുകളോട് മാത്രമേ, നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവരോട് മാത്രമേ നമ്മുടെ എല്ലാ പദ്ധതികളും നമ്മൾ തുറന്നു പറയേണ്ട കാര്യമുള്ളൂ. പ്രത്യേകിച്ച് വലിയ വലിയ പദവികളിരിക്കുന്നവര് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല. രാജാക്കന്മാര് വിശേഷമായിട്ടും പല കാര്യങ്ങളും നടപ്പിൽ വരുമ്പോഴേ ആളുകൾ അറിയാൻ പാടുള്ളൂ. കാരണം പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പിന്തിരിപ്പിക്കാനും നശിപ്പിക്കാനുമായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കുമ്പോൾ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഈ ന്യായമൊക്കെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങളുടെ വെൽവിഷറാണ്, സുഹൃത്താണ്, മകനാണ്. ഇത് നന്നായി നടക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. ഇത് അറിയണമെന്ന് താല്പര്യമുള്ള ആളാണ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇതാണ് പറയുന്നത്. അസ്തസ്വപരദൃഷ്ടീനാം അമിത്രോദാസ്ത വിദ്വിഷാം ഉദാസീനോ അരിവത് വർജ്യഃ ആത്മവത് സുഹൃദുച്യത്തെ. ജ്ഞാത്വാ അജ്ഞാത്വാ ച കർമാണി ജനോയം അനുതിഷ്ഠതി വിദുഷഃ കർമ്മസിദ്ധി സ്യാത് തദാ ന വിദുഷോ ഭവേത്. ജ്ഞാത്വാ അജ്ഞാത്വാ ച കർമാണി ജനോയം അനുതിഷ്ഠതി വിദുഷഃ കർമ്മസിദ്ധി സ്യാത് തദാ ന അവിദുഷോ ഭവേത്. മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകത്തിലുള്ള ജനങ്ങൾ അയം ജനഃ ജ്ഞാത്വാ അജ്ഞാത്വാ ച കർമാണി അനുതിഷ്ഠതി. ചിലര് കർമ്മങ്ങളെ അറിഞ്ഞുകൊണ്ട്, അതിന്റെ തത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് അനുഷ്ഠിക്കുന്നു. വേറെ ചിലര് അജ്ഞാത്വാ അനുതിഷ്ഠതി, അറിയാതെ ചെയ്യുന്നു. പരമ്പരാഗതമായി ഗതാനുഗതിക സമ്പ്രദായത്തിൽ ചെയ്യുന്നു. അത് അജ്ഞാത്വ. അറിഞ്ഞ് ചെയ്യുന്നവരുണ്ട്. ഇതിന്റെയൊക്കെ തത്വങ്ങളെല്ലാം അറിഞ്ഞ് ഓരോ പൂജകളും കർമ്മങ്ങളും യാഗങ്ങളും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടരുണ്ട്. ജ്ഞാത്വാ അനുതിഷ്ഠതി, അജ്ഞാത്വ അനുതിഷ്ഠതി. ഇതിൽ വിദുഷഃ കർമ്മസിദ്ധി സ്യാത്. ആരാണോ ജ്ഞാത്വാ അനുതിഷ്ഠതി അവനാണ് വിദ്വാൻ. അറിഞ്ഞു ചെയ്യുന്നവനാണ് വിദ്വാൻ. വിദുഷഃ കർമ്മസിദ്ധി സ്യാത്. വിദ്വാന് കർമ്മത്തിന്റെ സിദ്ധി ഉണ്ടാവും, പ്രയോജനം ഉണ്ടാവും. എന്നാൽ തദാ ന അവിദുഷോ ഭവേത്. അവിദുഷഃ തദാ ന ഭവേത്. അവിദ്വാന് അത്രയ്ക്ക് ഭവിക്കുകയില്ല. അല്പമൊക്കെ ഭവിച്ചു എന്ന് വരും. പക്ഷെ വിദ്വാന് കിട്ടുന്ന അത്രയും പൂർണ്ണമായിട്ടുള്ള ഫലം അവിദ്വാൻമാർക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോഴും വിദ്വാൻമാരായിട്ടാണോ ചെയ്യുന്നത്, അവിദ്വാൻമാരായിട്ടാണോ ചെയ്യുന്നത്?
ഞാൻ വിദ്വാനായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അച്ഛാ, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരൂ. അപ്പൊ ഇവരുടെ ഉള്ളിലും അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഗതാനുഗതിക സമ്പ്രദായമുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും താനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് തനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എന്നുള്ള നിലയ്ക്കും ലോകത്തെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. അപ്പോ അറിഞ്ഞു ചെയ്യുന്ന കർമ്മത്തിന്റെ തത്വം അറിഞ്ഞു ചെയ്യുന്നവർക്ക് അതിന്റെ പ്രയോജനം ഉണ്ടാകുന്നു, അറിയാതെ പ്രവർത്തിക്കുന്നവർക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നില്ല. ഭഗവാൻ തന്നെയാ പറയുന്നത്. ജ്ഞാത്വാ ജ്ഞാത്വാ ച കർമാണി ജനോയം അനുതിഷ്ഠതി വിദുഷഃ കർമ്മസിദ്ധി സ്യാത് തദാ ന അവിദുഷോ ഭവേത് തത്ര താവത് ക്രിയായോഗോ ഭവതാം കിം വിചാരിതഃ അഥവാ ലൗകികസ്തന്മേ പൃച്ഛതഃ സാധു ഭണ്യതാം. അത്ര താവത് ക്രിയായോഗോ ഭവതാം കിം വിചാരിതഃ അഥവാ ലൗകികസ്തന്മേ പൃച്ഛതഃ സാധു ഭണ്യതാം. തത്ര അങ്ങനെ ഇരിക്കെ താവത് ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞ ലോജിക്കൊക്കെ ഉള്ളിലിരിക്കട്ടെ. ഇപ്പോ നിങ്ങള് താവത് ഭവതാം ക്രിയായോഗ വിചാരിതഃ കിം, ഭവതാം നിങ്ങൾ ചെയ്യുന്ന ഈ ക്രിയായോഗം, ഈ പൂജാവിധികൾ അല്ലെങ്കിൽ യാഗങ്ങൾ, ഇതിനെക്കുറിച്ച് വിചാരിതഃ കിം നല്ലതുപോലെ വിചാരിച്ച് അറിഞ്ഞുകൊണ്ടാണോ ചെയ്യുന്നത്, അനുഷ്ഠിക്കുന്നത്? ആർ യു ഫുള്ളി അവെയർ ഓഫ് the things what you are doing? അതാണ് വിചാരിതഃ കിം. ചോദിക്കണം, നിങ്ങൾ ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണോ? മൂഢന്മാരായിട്ട് ഗതാനുഗതികന്മാരായി ചെയ്യാണോ? അഥവാ ലൗകിക, ഇനി അഥവാ ലോകരെ പോലെ. അപ്പൊ വിചാരിതഃ ലൗകിക. ലൗകിക എന്ന് പറഞ്ഞാൽ എന്താ? ഗതാനുഗതിക. ഈ ലോകത്തിലുള്ള ആളുകളൊക്കെ ഭൂരിപക്ഷവും എന്താണ്? വെറുതെ അന്ധമായിട്ട് പിന്തുടരുന്നവരാണ്. മുമ്പേ പോയവരെ പിന്തുടരുക. കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്, വിചാരം ചെയ്ത് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. അപ്പൊ ലൗകിക എന്ന് പറഞ്ഞാൽ ഈ ലോകരെ പോലെയാണോ? ഈ ലോകരൊക്കെ ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്, വിഡ്ഢിത്തരങ്ങള്. എല്ലാം വിഡ്ഢിത്തരങ്ങളല്ല, അറിവില്ലായ്മ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതിൽ പല അഴുക്കും വന്നു ചേരുന്നത്. അപ്പോ ലൗകിക ലോകരുടെ സ്വഭാവം അനുസരിച്ച് ഗതാനുഗതികന്മാരായി നിങ്ങൾ ചെയ്യണോ? വിചാരം ചെയ്യാതെ. പൃച്ഛതഃ മേ സാധു തത് ഭണ്യതാം. പൃച്ഛതഃ മേ പ്രശ്നം ചെയ്യുന്ന എനിക്ക്, ചോദ്യം ചെയ്യുന്ന എനിക്ക്, സാധു എന്നെ പറ്റിക്കാൻ നോക്കണ്ട, എന്തെങ്കിലും പറഞ്ഞ് എന്നെ ഒഴിവാക്കാനും നോക്കണ്ട. നല്ല രീതിയിൽ സാധു ഉത്തമമായിട്ട് ഭണ്യതാം തത്, അത് ഭണ്യതാം എന്ന് പറഞ്ഞാൽ ഭണിക്കുക എന്ന് പറഞ്ഞാൽ പറയുക. ഭണ്യതാം പറഞ്ഞു തന്നാലും എനിക്കറിയാൻ താല്പര്യമുണ്ട്, വൃത്തിയായിട്ട് പറഞ്ഞു തരണം, എനിക്ക് ബോധ്യം വരുന്ന രീതിയിൽ പറഞ്ഞു തരണം. ഇപ്പൊ ഭഗവാന്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ വിചാരം ചെയ്യേണ്ടതാണ്, ഗംഭീരമാണ്. അതുകൊണ്ടാണ് ഇത്രയും വിസ്തരിച്ച് നമ്മൾ കണ്ടത്. നിങ്ങളും ആ ശ്ലോകങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് അതിൻ്റെ ഭഗവാന്റെ ചോദ്യത്തിന്റെ താല്പര്യം ഉൾക്കൊള്ളുക. ഇനി ഇതിന് മറുപടി നന്ദൻ മകന്റെ ശ്രദ്ധയ്ക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുന്നു. അയാൾക്ക് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം അറിയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അതിന് ഭഗവാൻ ചില മറുപടികൾ പിന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് നാളെ കാണാം. ഇന്ന് വൈകുന്നേരം ഇല്ല, നാളെ രാവിലെ കാണാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇപ്പം നാളെ രാവിലെ 11 മണിക്ക്. എല്ലാവർക്കും ശുഭദിനം.